ഹലോ മക്കൾസ്, വെൽക്കം ടു എജുപോഡ്. ഇറ്റ്സ് മീ അസ്ലം. മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ഓണം എക്സാമിന്റെ തിരക്കിലാണ്, ചൂടിലാണ്. അപ്പൊ മക്കളെ, നമുക്ക് സെറ്റ് ആക്കേണ്ട എക്സാം. അപ്പൊ മക്കളെ, നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും കറക്റ്റ് ശ്രദ്ധിക്കുക, നമുക്ക് സെറ്റ് ആക്കാം. നിങ്ങൾക്ക് വേണ്ടതൊക്കെ നമ്മൾ തരും. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക? പുതിയ വീഡിയോസും കാര്യങ്ങളായിട്ട് ഞങ്ങൾ വരും. ലൈവ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. നിങ്ങൾ ഷെയർ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മളെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അത് നമ്മുടെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ മക്കളെ? നിങ്ങളുടെ കെമിസ്ട്രി എക്സാം, ഓണപ്പരീക്ഷ, കഴിഞ്ഞ എക്സാം എന്ന് പറയുമ്പോൾ ബേസിക് സയൻസ് ആയിരുന്നു നിങ്ങൾ അന്ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സെപ്പറേറ്റ് ആയിരുന്നു. ഇപ്രാവശ്യം നമ്മൾ 40 മാർക്കിനാടാ. നിങ്ങൾക്കറിയാം നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് പാറ്റേണുകളൊക്കെ എന്താ മാറിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് സെറ്റ് ആക്കാം. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നോക്കാം. പിന്നെ കൂടുതൽ ലൈവ് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമുക്കൊന്ന് ഓടിക്കാം. ഓക്കെ മക്കളെ, എന്നാ ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾക്കറിയാം, 1 വേർഡ് ക്വസ്റ്റ്യൻസുകളാണ്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ എന്ത് ചെയ്യാം? സെറ്റ് ആക്കി എടുക്കട്ടോ മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വോൾ പോസിറ്റീവ് ചാർജ് നോക്കാം. ഫസ്റ്റ് ഇവിടെ നോക്കട്ടോ. ആയിക്കോളി മക്കളെ. ദ വോൾ പോസിറ്റീവ് ചാർജ് ആൻഡ് മാസ് ഓഫ് ആൻ ആറ്റം ആർ കോൺസെൻട്രേറ്റഡ്. മക്കളെ, എല്ലാ പോസിറ്റീവ് ചാർജും എല്ലാ മാസും ആറ്റത്തിന്റെ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്? മക്കളെ, ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ന്യൂക്ലിയസ്, ഓർബിറ്റ്സ്. നിങ്ങൾക്കറിയാം ഒരു ആറ്റത്തിന്റെ മുഴുവൻ മാസും മുഴുവൻ പോസിറ്റീവ് ചാർജ്, ഈ പോസിറ്റീവ് ചാർജിന് നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഏത് ഭാഗത്താണ്. ആൻസർ ഈസ് മറ്റാരുമല്ല, നിങ്ങൾക്കറിയാം എവിടെടാ? ന്യൂക്ലിയസ് ആണ്. അപ്പൊ ഒരു ആറ്റത്തിന്റെ എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും കേന്ദ്രീകരിച്ചത് ആ ആറ്റത്തിന്റെ എവിടെയാടാ? ന്യൂക്ലിയസിലാണ്. മറക്കരുത്. ക്ലിയർ അല്ലേടാ? യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ബിലോ. ചില പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ട്. ഒന്നാമത്തത്, there are 3 isotopes of hydrogen. ഹൈഡ്രജന് 3 ഐസോട്ടോപ്പുകൾ ഉണ്ട്. അത് കറക്റ്റാണ്. കറക്റ്റ്. ഇനി ഇത് ക്വസ്റ്റ്യൻസ് എന്താന്ന് പറഞ്ഞെന്ത് വെച്ചാല്, ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ഇതിൽ ശരിയായത് കണ്ടെത്താനാ പറഞ്ഞത്. അപ്പൊ നമുക്കിത് കറക്റ്റ് കണ്ടെത്തിയല്ലേ? ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് എന്തായാലും കറക്റ്റ് ആണ്. there are 3 isotopes of hydrogen. അത് കറക്റ്റുള്ള നമുക്ക് വേറെ മാർക്ക് ചെയ്യാം. there are 3 isotopes, അതായത് 3 ഐസോട്ടോപ്പ് ഉണ്ട് അല്ലെ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അപ്പൊ മക്കളെ, ഹൈഡ്രജന് 3 ഐസോട്ടോപ്പുകൾ ഉണ്ട്. കറക്റ്റ് ആണ് അല്ലെ? ഇനി അടുത്ത എന്താടാ? ഹെവി വാട്ടർ ഈസ്, കാണുന്നില്ലേ? പറഞ്ഞേ, ഹെവി വാട്ടർ ഈസ് യൂസ്ഡ് ടു, അല്ലെങ്കിൽ ഹെവി വാട്ടർ ഈസ് ഓക്സൈഡ് ഓഫ് ട്രിഷ്യം. ഹെവി വാട്ടർ ട്രിഷ്യത്തിന്റെ ആണെന്നാ പറഞ്ഞത്. അത് തെറ്റാ അല്ലേ? നിങ്ങൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം കേട്ടു. ഡ്യൂട്ടീരിയത്തിന്റെ ആണ്, ട്രിഷ്യത്തിന്റെ അല്ല. അപ്പൊ അത് തെറ്റാണ്. ഘനജലം എന്നത് ട്രിഷ്യത്തിന്റെ ഓക്സൈഡ് ആണ്. തെറ്റാണ്, കാരണം അത് ഡ്യൂട്ടീരിയം ആണ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം നോക്കുമ്പോ കേട്ടോ. യെസ്. ഇനി അടുത്ത എന്താടാ? അടുത്ത ക്വസ്റ്റ്യൻ, carbon 3 is the most stable and abundant isotope of carbon. കാർബൺ 30 എന്ന് പറഞ്ഞത് എന്താടാ? കാർബൺ 13 ഏറ്റവും സ്ഥിരതയും ലഭ്യതയും കൂടിയതാണ് എന്നാ പറഞ്ഞത്. അല്ല, കാർബൺ 13 അല്ല, അത് തെറ്റാണ്. ഇവിടെ 13 അല്ല, കാർബൺ 12 ആണ്. അപ്പൊ കാർബൺ 12 ആണ് ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത്, കാർബൺ 13 അല്ല. അപ്പൊ ഇത് തെറ്റാണ്. ഓക്കെ. ഞാൻ അടുത്ത് എന്താടാ? കാർബൺ 40 is a റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. കാർബൺ 40 എന്ന് പറഞ്ഞത് എന്താണ്? ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാടാ. അതായത് കാർബൺ 14 ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാന്ന് പറഞ്ഞത്. കറക്റ്റ് ആണ്, അത് കറക്റ്റാ. യെസ്. അപ്പൊ ഏതൊക്കെയാടാ കറക്റ്റ്? 1ഉം 4ഉം അല്ലേ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉമാണടാ കറക്റ്റ്. അപ്പൊ ആൻസർ ഈസ് 1 and 4 അല്ലേ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 7 അങ്ങനെ തന്നത്. ഇതിൽ ഏതാടാ? 1ഉം 4ഉം അല്ലേ? 1ഉം 4ഉം. ആൻസർ ഈസ് സി. അപ്പൊ അതിന്റെ ആൻസർ കിട്ടിയില്ലടാ. ആൻസർ എന്താണ്? സി ആണ് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് സെറ്റായി. ക്ലിയർ അല്ലടാ? യെസ്. ഇനി മക്കളെ അടുത്തത്, മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് ആണ് തന്നത്. എ ബി അടയാളപ്പെടുത്താനാണ്. എ ബി അടയാളപ്പെടുത്തുക. അതിൽ തന്നത് എന്താടാ? എ എന്താ തന്നത്? ഇലക്ട്രോണ്. ബി എന്താ തന്നത്? ജെയിംസ് ചാഡ്വിക്ക്. അതുപോലെ തന്നെ ന്യൂട്രോണ് ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോൺ ജെ തോംസൺ. മക്കളെ, ഇതിങ്ങനെ ടെൻഷൻ ആവണ്ട. ഇത് വളരെ സിമ്പിൾ ആണ് അല്ലേ? ഈ ഒരു ഷോർട്ട് നിങ്ങൾ ഇതാണ് പഠിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് സെറ്റ് ആവും. PNRTC അതിന്റെ ഷോർട്ട് കട്ട് ഒന്ന് നോക്കി വെച്ചാൽ മതി.
പി എന്ന് പറയുമ്പോൾ പ്രോട്ടോൺ, ഇ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ, എൻ എന്ന് പറയുമ്പോൾ ന്യൂട്രോൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ടോംസൺ ആണ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ്. എന്താ ഇപ്പം ഉണ്ടായേ? സിമ്പിള്. ദാ പ്രോട്ടോൺ ദാ കിടക്കണം. പ്രോട്ടോൺ കണ്ടുപിടിച്ച ആരാ? റൂദർഫോർഡ്. ദാ കിടക്കണം. ഇവിടെടാ റൂദർഫോർഡ്, ദാ കിടക്കണം. സെറ്റല്ലേ? ഇനി ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് തോംസൺ ആണ്. ഏത് തോംസൺ ആടാ? ജെ തോംസൺ. ഏത് തോംസനാ? ജെ തോംസൺ. അപ്പോൾ ഇലക്ട്രോണോടെ എവിടെ തോംസനോടെ? യെസ്, കിട്ടി. ക്ലിയർ അല്ലേ? അടുത്ത ആരാ? ന്യൂട്രോൺ ആരാ കണ്ടെത്തിയെന്ന്? വളരെ സിമ്പിളാ. ന്യൂട്രോൺ കണ്ടുപിടിച്ച് ചാഡ്വിക് ആടാ. അപ്പൊ ന്യൂട്രോൺ ദാ ചാഡ്വിക്. യെസ്, ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ ക്ലിയർ അല്ലേ? പെനാർട്ടീസിന്റെ മക്കൾ പഠിച്ചു വെക്കുക. പ്രോട്ടോണ്, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഇലക്ട്രോൺ ആ പെനാർട്ടീസ് ഓർമ്മല്ലേ? ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാ? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് അല്ലേ? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാ? ജെ തോംസൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്. അപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതൊക്കെ കറക്റ്റ് ആയത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയല്ലേടാ? സെറ്റ് അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ എത്രാമത്താണ്? ഒന്ന് സി ഇവിടെയുള്ള ഒന്ന് ഇവിടെ എ, ഒന്ന് ഇവിടെ ബി, ഒന്ന് ഇവിടെ ബി, ഒന്ന് സി. ഇതാണ് കറക്റ്റ്. അപ്പൊ ഇനി കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. ആൻസർ ഈസ് ബി. അതിൽ രണ്ടാമത്തെ എന്താണ്? എ ആണ്. ഇതാ ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ എ ആണ്. പിന്നെ മൂന്നാമത്തെ എന്താ പറഞ്ഞ? ബി ആണ്. മൂന്നാമത്തെ ഇവിടെ ഇതാ ബി. ഒക്കെ കറക്റ്റ്. അപ്പൊ ആൻസർ ഏതാടാ? ആൻസർ ഈസ് മറക്കണ്ട, ബി ആണ്. സെറ്റ് അല്ലേടാ? സെറ്റ്. രണ്ടാമത്തെ ആണ് അല്ലേ? ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ എൻ്റെ മക്കൾക്ക് ക്ലിയർ അല്ലേ? അപ്പൊ വൺ വേർഡ് ആയിക്കോട്ടെ, നമുക്കത് സെറ്റാണ്. ഇനി മക്കളെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. മക്കളെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റേറ്റ്മെന്റുകളാണ്. കുറച്ച് ക്വസ്റ്റ്യൻസുകൾ 2 മാർക്കിന്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തുന്നതുള്ളൂ. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ഡിസ്കഷൻ, കുറച്ച് ക്വസ്റ്റ്യൻസ് വൺ വേർഡ് തന്നെ ഉണ്ട് കേട്ടാ. യെസ് മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ സെറ്റ് അല്ലടാ. ഫസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് നോക്കുക അല്ലെ? സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാടാ? എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞേടാ? സ്റ്റേറ്റ്മെന്റ് 1, ആൻ ഓക്സിജൻ ആറ്റം അക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ ആൻഡ് ബിക്കംസ് O- അയോൺ. എന്താണ് പറഞ്ഞത് ആ പ്രസ്താവന? ഒരു ഓക്സിജൻ ആറ്റം ഒരു ഇലക്ട്രോണിനെ എന്താകുന്നു? സ്വീകരിച്ചു O- അയോണായി മാറുന്നു. അപ്പൊ മക്കളെ നിങ്ങൾക്കറിയാം, കൊടുക്കണോലുണ്ട്, വാങ്ങണോലുണ്ട്. വാങ്ങണോൽക്കൊക്കെ എന്താണ്? O- ആന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇവിടെ ഇത്ര പറഞ്ഞിട്ടുള്ളൂ. ഓക്സിജൻ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു. എന്നിട്ട് എന്തായി മാറുന്നു? O- ആവുന്നു. അത് കറക്റ്റ് ആണ്. ഓക്കെ, ഓക്സിജൻ എന്താവുന്നു? ഇലക്ട്രോൺസിന് എന്ത് ചെയ്യുന്നു? അവിടെ വാങ്ങുന്നുണ്ട്. അത് കറക്റ്റ് ആട്ടോ. അത് കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് നോക്കാം എന്താ സംഭവം എന്നുള്ളത് നോക്കാം. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്ടാ? അടുത്ത സ്റ്റേറ്റ്മെന്റ് എനർജി. നോക്കൂ കാണില്ലടാ. എനർജി ഈസ് അബ്സോർബ്ഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ്. ഇവിടെ എന്താവുന്നുണ്ട്? ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിനെ വാങ്ങുന്നതോട് കൂടി തന്നെ അടുത്തത് എനർജി ഈസ് അബ്സോർബ്ഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ്. ഇത് കറക്റ്റ് ആണോ എന്നാ ചോദിച്ചത്. അതായത് ഇവിടെ എന്താണ്? പ്രസ്താവന 2, ഈ പ്രക്രിയയിൽ ഊർജം ആഗിരണം ചെയ്യുന്നു. അല്ല, അത് തെറ്റാണ്. നിങ്ങൾക്കറിയാം ഓക്സിജൻ എന്താ ചെയ്യണത്? ഇലക്ട്രോണുകളാണ് വാങ്ങുന്നത്, അല്ലാതെ ഊർജമല്ല. അപ്പൊ എന്റെ മക്കൾ മനസ്സിലാക്കുക, ഈ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങോട്ട് ഇത്ര ചോദിച്ചിട്ടുള്ളൂ. വിച്ച് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിങ് അബോ സ്റ്റേറ്റ്മെന്റ്. ഈ തന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ്, ഏതാണ് തെറ്റെന്ന നിങ്ങൾക്ക് തന്നെ അറിയാം ഏതാണ് കറക്റ്റ്. ഒന്നാമത്തെ കറക്റ്റ് ആണ്, എന്നാൽ രണ്ടാമത്തെ എന്താണ്? തെറ്റാണ്. ഇതിൽ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് അങ്ങനെയൊക്കെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്നും നോക്കണ്ട, സി ആണ്. സി എന്താടാ? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. 1 കറക്റ്റ് ആണ്. 2 ഈസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? തെറ്റാണ്. അതായത് പ്രസ്താവന 1 ശരിയാണെന്ന പ്രസ്താവന 2 എന്താണ്? തെറ്റാണ്. കാരണം നിങ്ങൾക്ക് അറിയാം ഓക്സിജൻ ഇലക്ട്രോൺ എന്ത് ചെയ്യണുള്ളൂ? വാങ്ങണുള്ളൂ കേട്ടോ. ഇലക്ട്രോണിനെ വാങ്ങുന്നുണ്ട്. ഇലക്ട്രോൺ ഒരു ഇലക്ട്രോണിനെ വാങ്ങുക, 2 ഇലക്ട്രോൺ ആയിക്കോട്ടെ, ഓൻ എന്താവുന്നുണ്ട്? ഇലക്ട്രോണെ വാങ്ങി അയോൺ ആവുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ഇലക്ട്രോണിനെയാണ് സ്വീകരിക്കുന്നത്, അല്ലാതെ ഊർജത്തെ അല്ല. അത് നോക്കി വെക്കുക കേട്ടോ. യെസ്, കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യടാ. നമുക്ക് ലൈവ് വരൂടാ, സെറ്റ് ആക്കണ്ടേ? യെസ്, ഇനി മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ്. 2 മാർക്കിന്റെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ഒന്ന് നോക്കാം. സെറ്റ് അല്ലേടാ? നോക്കാം, പറഞ്ഞു നോക്കാം. ഓക്കെ മക്കളെ നോക്കുക. ഫസ്റ്റ്, ദ അറ്റോമിക് നമ്പർ ഓഫ് ക്ലോറിൻ ഈസ് 17. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രടാ? 17 എന്നാ തന്നത്. എത്രയാണ്? 17.
ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ ഡസ് ക്ലോറിൻ ആറ്റം ബിക്കം ക്ലോറിൻ അയോൺ? അതായത് ക്ലോറിൻ്റെ അറ്റോംബർ 17 നിങ്ങൾക്കറിയാം. ഒരു ക്ലോറിൻ ആറ്റം ക്ലോറൈഡ് അയോൺ ആയി മാറുന്നത് എങ്ങനെയാണ്? അത് ഇലക്ട്രോണെ വാങ്ങിയിട്ടാണ്. ആ ക്ലോറൈഡ് അയോണിന്റെ രൂപീകരണം ചിത്രീകരിക്കുക. അതായത് ഈ ഡ്രോ ദ ഫിഗർ ഷോയിൻ ഫോർമേഷൻ ഓഫ് ക്ലോറൈഡ് അയോൺ എന്നാ പറഞ്ഞത്. അപ്പൊ എന്റെ മക്കൾ മനസ്സിലാക്കുക, ഇവിടെ ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങുകയാണ്. അപ്പൊ ക്ലോറൈഡ് അയോൺ ആണ് ചോദിച്ചത്. ക്ലോറൈഡ് പറയുമ്പോൾ Cl-1. ഓക്കെ, ക്ലോറൈഡ് അയോൺ എന്ന് പറയുമ്പോൾ Cl എന്താണ്? അയോൺ ആയി മാറിയതാണ്. നിങ്ങൾക്കറിയാം Cl ഇലക്ട്രോണെ വാങ്ങിയിട്ടാണ് Cl- എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറിയത്? അയോൺ ആയിട്ട് മാറിയത്. അപ്പോൾ ഇവിടെ ക്ലോറൈഡ് അയോണിന്റെ സിമ്പിൾ ഇതാണ്. നമുക്ക് കൂടുതൽ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യടാ. അയോൺ പറയുമ്പോൾ അതിന്റെ മുകളിൽ എന്തെടുത്താൽ മതി? മൈനസ് കൊടുത്താൽ മതി. ഇനി അതിന്റെ ഫോർമേഷൻ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ക്രമീകരണം, അതിന്റെ രൂപീകരണം ചോദിച്ചിട്ടുണ്ട്. ഒന്നുമില്ലടാ, Cl പ്ലസ് Cl എത്ര ഇലക്ട്രോൺ? Clന്റെ അറ്റോംബർ എത്രടാ? Clന്റെ അറ്റോംബർ അതായത് ക്ലോറിന്റെ അറ്റോംബർ നിങ്ങൾക്കറിയാം 17 ആണ്. 17 ആവുമ്പോൾ ഇലക്ട്രോ വിന്യാസം ചെയ്യുമ്പോൾ 2 8 7. അപ്പൊ നിങ്ങൾക്കറിയാം ഈ എയിന് എത്ര ആവശ്യമുണ്ട്? നിങ്ങൾക്കറിയാം 1 ആവശ്യം. അപ്പൊ Cl വാങ്ങുക കേട്ടോ. Cl വാങ്ങുകയാണ് പറഞ്ഞോളേടാ. Cl വാങ്ങുമ്പോ എങ്ങനെ? Cl പ്ലസ് വാങ്ങുന്നു. എത്ര ഇലക്ട്രോണേടാ വാങ്ങുക? 1 ഇലക്ട്രോണിനെ വാങ്ങുന്നു അല്ലെ? അപ്പൊ Cl 1 ഇലക്ട്രോണിനെ വാങ്ങിയാൽ Cl എന്താവും? Cl എന്നുള്ളത് Cl-1 ആവും. ഓക്കെ, Cl 1 ഇലക്ട്രോണെ വാങ്ങണോണ്ടാണ് ഇവിടെ എന്ത് വന്നതടാ? -1 വന്നത്. അപ്പൊ ക്ലോറൈഡിന്റെ രൂപീകരണം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സെറ്റ് അല്ലേടാ? യെസ്. ഇനി മക്കള് നോക്കി പഠിക്കുക, സെറ്റാക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത എന്താടാ? സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ. മക്കളെ പീരിയോഡിക് ലോ പഠിച്ചു വെച്ചോ. പീരിയോഡിക് ടേബിളിന്റെ ഫാദർ ആരങ്ങൾ പഠിച്ചിട്ടുണ്ടാവും? മെൻഡലിയഫ് ആണ്. ഇന്ന് അവിടെ ചോദിച്ച മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്. മോഡേൺ പറയുമ്പോൾ ആധുനിക പീരിയോഡിക് നിയമം പ്രസ്താവിക്കുക എന്നാ പറഞ്ഞത്. അതായത് പുതിയ പീരിയോഡിക് ടേബിൾ ആരാടാ കണ്ടെത്തിയത്? ഹെൻറി മോസ്ലി ആണ് കേട്ടോ പുതിയത് കണ്ടെത്തിയത്. ഇവിടെ എന്താടാ മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം കണ്ടുവെത്തിയത് ഒന്നാണ്, അറ്റോമിക് നമ്പർ വെച്ചിട്ടാണ്. എന്ത് വെച്ചിട്ടാണ്? അറ്റോമിക് നമ്പർ. നിങ്ങൾക്ക് അറിയാം അറ്റോമിക് നമ്പർ ഉണ്ട്, മാസ് നമ്പർ ഉണ്ട്. മാസ് നമ്പറിന്റെ ബേസിൽ കൊണ്ടുവന്നത് മെൻഡലിയഫ് ആണെങ്കിൽ അറ്റോമിക നമ്പറിന്റെ ബേസിൽ കൊണ്ടുവന്നത് ആര്? ഹെൻറി മോസ്ലി. മോഡേൺ പീരിയോഡിക് ലോ. അപ്പൊ എന്റെ മക്കൾ മനസ്സിലാക്കുക, ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താണ്? അതിന്റെ അറ്റോമിക് നമ്പർ ആണ്. അതായത് ആധുനിക പീരിയോഡിക് നിയമം എന്ന് പറയുമ്പോൾ ഒരു മൂലകത്തിന്റെ രാസഗുണവും ഭൗതിക ഗുണവും അതിന്റെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലമാണ്. അതായത് അതിന്റെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് കൊണ്ടുവന്നത്? പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത്. അതും ഏത് പീരിയോഡിക് ടേബിൾ ആടാ? ആധുനിക പീരിയോഡിക് ടേബിൾ. ക്ലിയർ അല്ലേ? അത് പഠിച്ചു പോണം കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഗ്രൂപ്പ്സ് ആൻഡ് പീരിയഡ്സ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ? പീരിയോഡിക് ടേബിൾ, അത് മോഡേൺ പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്, എത്ര പീരിയഡ് ഉണ്ട് വെച്ചിട്ടുണ്ട്. മക്കളെ വളരെ സിമ്പിൾ ആണ്. മക്കളെ ടോട്ടൽ എത്ര ഗ്രൂപ്പ് ഉണ്ടടാ? പീരിയോഡിക് ടേബിൾ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18. എത്ര പീരിയഡ് ഉണ്ടടാ? 7. മറക്കണ്ട, പഠിച്ചു പോയിക്കോട്ടോ. അപ്പൊ പീരിയോഡിക് ടേബിൾ എത്ര ഗ്രൂപ്പ് ഉണ്ട് ചോദിക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 18 ഉണ്ട്. എത്ര പീരിയഡ് ഉണ്ട് ചോദിക്കുകയാണെങ്കിൽ എത്ര ഉണ്ടടാ? 7. മറക്കണ്ട. യെസ്, സെറ്റിലടാ. യെസ്. അടുത്തത് ഇനിയുള്ള ക്വസ്റ്റ്യൻസുകൾ നന്നായി ശ്രദ്ധിക്കണം. 2 മാർക്കിന്റെ വിചാരിച്ച് തള്ളിക്കളയണ്ട. ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യണം? എന്റെ മക്കളെ ആൻസർ ചെയ്യണം കേട്ടോ. യെസ്, സെറ്റിലടാ. ആരംഭിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻ എലമെന്റ് ബിലോങ്സ് സെക്കൻഡ് ഗ്രൂപ്പ്, സെക്കൻഡ് പീരീഡ് എന്നാ തന്നെ. ആൻഡ് 70th ഗ്രൂപ്പ്. നിങ്ങൾക്കറിയാം 17ാമത്തെ ഗ്രൂപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി 17 തന്നിട്ടുണ്ട്. സെക്കൻഡ് പീരീഡ്. മക്കളെ പീരീഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഷെല്ലിനനുസരിച്ചിട്ടാണ്. അപ്പൊ സെക്കൻഡ് പീരീഡ് എന്ന് പറയുമ്പോൾ കെ ഷെല്ലും ഉണ്ടാവും, എൽ ഷെല്ലും ഉണ്ടാവും. ഓക്കെ, നേക്കട്ടെ. തേർഡ് പീരീഡ് എന്നാണെങ്കിൽ ഇവിടെ സെക്കൻഡിന് പകരം തേർഡ് ആണെങ്കിൽ കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല് എന്നാ കൊടുക്കുക. ഓക്കെ, കൂടുതൽ പേടിച്ചണ്ട. അപ്പൊ 2 പീരീഡ് എന്ന് പറയുമ്പോൾ കെ ഷെല്ലും ഉണ്ട്, എൽ ഷെല്ലും ഉണ്ട്. ഇങ്ങോട്ട് ചോദിച്ചത്രേ ഉള്ളൂ, റൈറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 17ാമത്തെ ഗ്രൂപ്പ് അല്ലേ? 17ാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ ഇതിന്റെ ലാസ്റ്റ് എന്ത് ഇക്കാരം? എ ഇക്കാരം. അപ്പൊ ഇവിടെ കെ എൽ എത്ര ഇക്കാരം? 2. അപ്പൊ 2 7. എന്നാ ചെയ്യട്ടെ, ഇതിന്റെ എന്ത് ഇക്കാരം? കെ എൽ എം നിങ്ങളൊന്ന് പറഞ്ഞേ. 17ാമത്തെ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പൊ എ 3ാമത്തെ പീരീഡ് ആണ്. അപ്പൊ 2 8 എ. ഓക്കെ, സെറ്റിലേടാ. പിന്നെ മക്കളെ മനസ്സിലാക്കി എടുക്കുക, സെറ്റ് സാധനമാണ്. ഓക്കെ, അപ്പൊ 17ാമത്തെ ഗ്രൂപ്പ് എന്ന് കേട്ട ഇവിടെ എ ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ 16ാമത്തെ ഗ്രൂപ്പ് എന്നാണെങ്കിൽ ഇവിടെ എത്ര ഇക്കാരം? 6 ഇക്കാരം. ഞാൻ കേട്ടെ ഇവിടെ 16 കടക്കട്ടെ. ഇവിടെ 15 ആണെങ്കിലോ എത്രാമത്തെ ഗ്രൂപ്പ് ഇക്കാരടാ? ഇവിടെ ലാസ്റ്റ് 15 ആണെങ്കിൽ ലാസ്റ്റ് എന്ത് ഇക്കാരം? എന്ത് ഇക്കാരം? 5 ഇക്കാരം. ഓക്കെ, 2 5. ബുദ്ധിമുട്ടണ്ട, അങ്ങോട്ട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. 17ാമത്തെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് എന്താ വന്നത്? എ ആണ് കേട്ടോ. അപ്പൊ സെറ്റ് അല്ലേടാ? ഇവിടെ എ. ഓക്കെ, ഹലോ, സെറ്റ് അല്ലേ മക്കളെ? യെസ്. അപ്പോ
റൈറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോൺ വിന്യാസം കിട്ടി 2A നമ്മൾ എഴുതി. ഓക്കെ, ഇനി ഇതിന്റെ എന്താ പറഞ്ഞത്, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ എലമെന്റ് സെയിം ഗ്രൂപ്പ് വിച്ച് ബിലോങ്സ് ദ തേർഡ് പീരിയഡ്. അതായത് ഇതേ ഗ്രൂപ്പിലും മൂന്നാം പീരീഡിലും ഉൾപ്പെടുന്ന മറ്റൊരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞു. മക്കളെ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ, മൂന്നാമത്തെ പീരീഡിൽ ഇതേ ഗ്രൂപ്പ് പറയുമ്പോൾ എത്രാമത്തെ ഗ്രൂപ്പ് തന്നെടാ, 17ാമത്തെ ഗ്രൂപ്പ് തന്നെ അല്ലേ, 17ാമത്തെ ഗ്രൂപ്പ്. അതിൽ എത്രാമത്തെ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, തേർഡ് പീരീഡ്. തേർഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അതിൽ എത്ര ഷെല്ലുണ്ടടാ, എത്ര ഷെല്ലുണ്ട്, 3 അല്ലേ. കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട്. അപ്പൊ 17ാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ അതിന്റെ ലാസ്റ്റ് എന്ത് ഇക്കാരം, എ ഇക്കാരം. അപ്പൊ 2, 8, 7 കിട്ടിയോ? അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഫസ്റ്റത്തെ എന്താടാ, സെക്കൻഡ് പീരീഡ് എന്നാണ്. രണ്ടാമത്തെ എന്തായിരുന്നു, തേർഡ് പീരീഡ്. അപ്പൊ എന്റെ മക്കൾ മനസ്സിലാക്കുക, ഇത് കൂടുതൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ലൈവ് കാര്യങ്ങളൊക്കെ പോവാനുള്ള. സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ്. സെക്കൻഡ് പീരീഡ് വരുമ്പോൾ ഏതൊക്കെ ഷെല്ലുണ്ടാവും ഇവിടെ, കെ ഷെല്ലുണ്ടാവും, പിന്നെ ഏതാണ്ടാവുക, കെ ഷെല്ലുണ്ടാവും, എൽ ഷെല്ലുണ്ടാവും. തേർഡ് പീരീഡ് വരുമ്പോൾ കെ ഷെല്ലുണ്ടാവും, എൽ ഷെല്ലുണ്ടാവും, എം ഷെല്ലുണ്ടാവും. ഇത് 17ാമത്തെ ഗ്രൂപ്പ് എന്നല്ലേ പറഞ്ഞ്. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് എന്താ വരിക, പറഞ്ഞോളി. കിട്ടും. ഇവിടെ എ, ഇവിടെ എ. അപ്പൊ മൂന്നാം പീരീഡ് ആകുമ്പോൾ 2, 8, 7. രണ്ടാം പീരീഡ് ആകുമ്പോൾ 2, 7. സിമ്പിൾ അല്ലടാ, സിമ്പിൾ. ഓക്കെ, റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സെയിം ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. സെയിം ഗ്രൂപ്പ് വരുമ്പോൾ 17ാമത്തെ ഗ്രൂപ്പാണ്. അതും എത്രാമത്തെ പീരീഡാന്ന് പറഞ്ഞു, മൂന്നാമത്തെ പീരീഡാന്ന് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ സാധനം. ഓക്കെ മക്കളെ, ഇനി ഇത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതായത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്റെ മക്കളെ നോക്കിയേ, ഓർ ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ പറ്റുമോ നോക്കുക, നോക്കിക്കോളി. നോക്കട്ടോ, an atom of an element 3 shell. ഒരു ആറ്റത്തിന് എത്ര ഷെല്ലുണ്ട്, 3 ഷെല്ല്. കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്. There are 7 electrons in the outermost shell. എത്ര അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, എ ഇലക്ട്രോൺ എന്നാ പറഞ്ഞത്. അതായത് ഒരു മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകൾ ഉണ്ട്. ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നാ പറഞ്ഞ, എ ഇലക്ട്രോൺ. അപ്പൊ മനസ്സിലാക്കുക മക്കളെ, ഇതിന്റെ ലാസ്റ്റ് ഷെല്ലിൽ എത്ര ആണുള്ളത്, എ ഇലക്ട്രോൺ ആണുള്ളത് അല്ലെ. അപ്പൊ എന്റെ മക്കളെ ചോദിച്ചു എത്രയുള്ളൂ, റൈറ്റ് ഇറ്റ്സ് ഗ്രൂപ്പ് ആൻഡ് നമ്പർ ആൻഡ് പീരീഡ്. ഇതിന്റെ ഗ്രൂപ്പും പീരീഡും കാണാം. സിമ്പിൾ ആണ് മക്കളെ. നിങ്ങൾക്ക് ഇവിടെ മൂന്നാമത്തെ ഷെല്ലിൽ എ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് പൂർത്തീകരിച്ചൂടെ, കെയിൽ 2, എല്ലിൽ 8. അപ്പൊ 2, 8, 17. അത് സാധനം കിട്ടി നമുക്ക് അതിന്റെ ഗ്രൂപ്പും പീരീഡാ കാണണ്ടേ മക്കളെ. ഒന്നും സിമ്പിൾ സാധനം. എങ്ങനെയാടാ ഗ്രൂപ്പും പീരീഡും കാണാം, ഗ്രൂപ്പ് കാണാൻ സിമ്പിൾ ആണ്. ഇതിന്റെ ലാസ്റ്റ് എന്താ തന്ന്, എ അല്ലേ. നിങ്ങൾക്കറിയാം അവസാനം 1, 2 ആണെങ്കിൽ അത് അതുപോലെ എഴുതിച്ചാൽ മതി. അവസാനം 1, 2 ആണെങ്കിൽ അത് അതുപോലെ എഴുതിച്ചാൽ മതി. 3 മുതൽ 8 വരെ കണ്ടങ്ങളായിക്ക് എന്ത് കൂട്ടാൻ പഠിച്ചിട്ടുണ്ട്, 10 കൂട്ടാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ അവസാനം വന്നത് എ അല്ലടാ. എ വന്നത് കൊണ്ട് അതിന്റെ ലാസ്റ്റിലേക്ക് എന്ത് കൂട്ടുക, 10 കൂട്ടുക. അപ്പൊ പറഞ്ഞോളി മക്കളെ, എ + 10 എത്രടാ, 17. അപ്പൊ 17ാമത്തെ ഗ്രൂപ്പാണ്. ഇനി പീരീഡ് എങ്ങനെ കാണാം, എത്ര ഷെല്ല് ഉണ്ടടാ, 1, 2, 3 പീരീഡ് ഉണ്ട്. അപ്പൊ മൂന്നാമത്തെ പീരീഡ്. 3 ഷെല്ലുള്ളതുകൊണ്ട് മൂന്നാമത്തെ പീരീഡ്. ക്ലിയർ അല്ലേടാ? യെസ്, സിമ്പിൾ. ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാണ്ട്, നമുക്ക് ഇതിലുള്ള ഇങ്ങനെ പറഞ്ഞു പോവാന്ന് മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ, അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് വിച്ച് ബിലോങ്സ് 40th ഗ്രൂപ്പ്. എത്രാമത്തെ ഗ്രൂപ്പാ, 40th ഗ്രൂപ്പ് ഇൻ ദ സെയിം പീരീഡ്. അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞത് 40th ഗ്രൂപ്പും ഇതുപോലെ ഒരു ഇത് ചെയ്യാനാ പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് മലയാളം കിട്ടുന്നുണ്ടാവൂലേ, നോക്കി. ഈ മൂലകത്തിന്റെ ഗ്രൂപ്പ് നമ്പർ, പീരീഡ് നമ്പർ നമ്മൾ കണ്ടെത്തി. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ, ഇതേ പീരീഡിലും കാണില്ലടാ, ഇതേ പീരീഡിലും 14ാം ഗ്രൂപ്പിലും ഉൾപ്പെട്ട മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം ചെയ്ത. അപ്പൊ ഇതേ പീരീഡ് വരുമ്പോൾ ഏതൊക്കെയാടാ ഷെല്ല്, കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്. എത്രാമത്തെ ഗ്രൂപ്പ് എന്നാ പറഞ്ഞത്, 14ാമത്തെ ഗ്രൂപ്പ്. 14ാമത്തെ ഗ്രൂപ്പ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, 14ാമത്തെ ഗ്രൂപ്പ് പറയുമ്പോൾ അവസാനം എന്താ വന്നിട്ടുണ്ടാവുക, 4 ആണ് വന്നിട്ടുണ്ടാവുക അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ ചെയ്തടാ, ഇവിടെ 14 ആയതുകൊണ്ട് ഇവിടെ 4. അപ്പൊ ഇവിടെ എന്താ വരിക, 2, 8, 4. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ നേരെ തിരിച്ചാണ്. ഈ 14ാം ഗ്രൂപ്പിന് പകരം ഇവിടെ എന്താണ്, ഒരു 16ാം ഗ്രൂപ്പാന്ന് കരുതുക. എത്രാമത്തെ ഗ്രൂപ്പാ, 16ാമത്തെ ഗ്രൂപ്പത്തെ മൂലകമാണ്. അതിൽ എത്ര പീരീഡ് ഉണ്ട്, 3 പീരീഡ് ഉണ്ട് എന്ന് കരുതുക. അപ്പൊ കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്. ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഉണ്ടാവുക, 6 അല്ലേ. പൈക്ക് പിന്നെ ബാക്കി എന്ത് കൂട്ടിയാൽ മതി, 2, 8, 6. കിട്ടിയില്ലടാ. എന്നാ ഇവിടെ 16ന് പകരം 17 ആണെങ്കിലോ, ഇവിടെ 17 ആണെങ്കിലോ, അപ്പൊ ഇവിടെ എന്ത് കാരം, 2, 8, 7. ഇതൊക്കെ സിമ്പിൾ സാധനം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാതെ പോവാറുമ്പോ ശേഷം ഇതൊക്കെ കിട്ടണ മക്കളെ സെറ്റ് അല്ലേ. യെസ് മക്കളെ, ഇനി അടുത്ത സംഗതി. ഇനി മക്കൾ നന്നായി ശ്രദ്ധിക്കുക, നോക്കാം. ഇനി മക്കളെ ശ്രദ്ധിക്കുക, നമ്മള് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോണത്.
കാണില്ലേ? എട്ടാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കുക. ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഒബ്സർവേഷൻ? ദ ഒബ്സർവേഷൻ ഓഫ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്സ് ആർ ഗിവൺ ബിലോ. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിലെ നിരീക്ഷണങ്ങൾ എന്തായിട്ടുണ്ട്? നൽകിയിട്ടുണ്ട്. ഈ നിരീക്ഷണങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന നിഗമനങ്ങൾ എത്തുക. നിങ്ങളുടെ നിഗമനങ്ങളിൽ എത്താനാ പറഞ്ഞത്, അതായത് അതിന്റെ കാരണങ്ങൾ കണ്ടെത്താനാ എത്തി. സിമ്പിൾ അല്ലേ? നോക്കുക, നിങ്ങൾക്കറിയാം ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് അല്ലേ, അതിൽ ആരാണ് എന്താന്നൊക്കെ നമുക്കറിയാം. അതിൽ കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോ ഓഫ് ഒപാക് ഒബ്ജക്ട്സ് പ്ലേസ്ഡ് ഇറ്റ്സ് പാത്ത്. അതായത് കാഥോഡ് രശ്മികളുടെ പാതയിൽ അതാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴലുണ്ടാവും എന്നാ പറഞ്ഞത്. ബി എന്താടാ? വെൻ അത് നമുക്ക് ഇപ്പം ഒരുമിച്ചാണ് പറയാം. അതായത് നിങ്ങൾക്ക് അറിയാം എന്താണ് കാഥോഡ് രശ്മികൾ ഇങ്ങനെ പോകും, നിങ്ങൾക്ക് അറിയാം അല്ലേ? കാഥോഡ് രശ്മികൾ കാഥോഡിൽ നിന്ന് എങ്ങോട്ടാ പോവാ? കാഥോഡിൽ നിന്നും എങ്ങോട്ടാ പോവുക? ആനോഡിലേക്കാണ് പോവുക. കാഥോഡിന്റെ ചാർജ് എന്താടാ? കാഥോഡിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് ആണ് അല്ലേ? ആനോഡിന്റെ ചാർജ് എന്താടാ? പോസിറ്റീവ് ആണ്. നിങ്ങൾക്കറിയാം. അപ്പൊ കാഥോഡ് രശ്മികൾ പോകുമ്പോൾ ഇവിടെ കാഥോഡ് റേസിൽ എന്ത് കാണുന്നുണ്ട്? ഷാഡോ. ഇവിടെ ഇങ്ങനെ പോണ സമയത്ത് ഇവിടെ ഈ റേസിന്റെ അവിടെ ഇങ്ങനെ എന്ത് കാണുന്നുണ്ട്? ഒബ്ജക്റ്റിന്റെ അവിടെയൊക്കെ എന്ത് കാണുന്നുണ്ട്? ഒരു ഷാഡോ കാണുന്നുണ്ട്. അതായത് പോകുന്ന പാതയിൽ എന്തുണ്ട്? അതാര വസ്തുക്കൾ വെച്ചാൽ അവിടെ എന്തുണ്ടാവും? നിഴലുണ്ടാകും. മക്കളെ, നിഴലുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ടാണ്? ഇത് സ്ട്രെയിറ്റ് ആയതുകൊണ്ടാണ്. ഇത് സ്ട്രെയിറ്റ് ആയി പോണോണ്ടാണ് ഇവിടെ എന്ത് കാണുക? ഷാഡോ കാണുന്നത്. അപ്പൊ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് ഇവിടെ നിഴൽ കാണാൻ കാരണം ചോദിക്കുകയാണെങ്കിൽ, ഷാഡോ കാണാൻ ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെ പോണത്? സ്ട്രെയിറ്റ് ആയിട്ടാ പോണത്. കാഥോഡ് രശ്മികൾ നേരെ പോകുന്നത് കൊണ്ടാണ് അവിടെ എന്തുണ്ടാവുന്നതാ? നിഴലുണ്ടാവുന്നത്. അപ്പൊ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, അവിടെ നിഴലുണ്ടാകാൻ കാരണം അവിടെ കാഥോഡ് രശ്മികൾ എങ്ങനെയാടാ പോണേ? നേർപാതയിലാണ് അത് പോകുന്നത്. കിട്ടിയില്ലടാ? ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കാണ്, അവിടെ എന്തെങ്കിലും പെഡൽ വെച്ചാൽ ആ പെഡൽ വീലൊക്കെ കറങ്ങും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം ആ വരുന്ന കാഥോഡ് രശ്മികൾക്ക് എന്തുണ്ട്? മാസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പഠിച്ചതാടാ. അടുത്തത്, when an electric field applied both sides of cathode rays, they are found to be attracted towards the positive side. അതായത് കാഥോഡ് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ രശ്മികളുടെ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കുന്നു. മക്കളെ, നിങ്ങൾക്കറിയാം കാഥോഡ് എന്ന് പറയുമ്പോൾ എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. ആനോഡ് എന്ന് പറയുമ്പോൾ എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അവിടെ ആകർഷണം ഉണ്ടാകാൻ കാരണം അവിടെ എന്താടാ? മാഗ്നറ്റിക് ആണ്. അതല്ലെങ്കിൽ അവരുടെ എന്താണ്? ഓപ്പോസിറ്റ് ചാർജുകളാണ്. ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ എന്തുണ്ടാവും? ആകർഷണം ഉണ്ടാവും. ഓക്കെ, അവിടെ എന്താണ്? വിപരീത ചാർജുകൾ തമ്മിൽ എന്തുള്ളായത് കൊണ്ടാണ്? ഉള്ളത് കൊണ്ട്. വിപരീത ചാർജുകൾ തമ്മിൽ ആകർഷണം ഉള്ളത് കൊണ്ടാണ് എന്തായത്? കാഥോഡ് റേസ് അട്രാക്ട് ചെയ്തത് ഏത് സൈഡിലേക്ക്? പോസിറ്റീവ് സൈഡിലേക്ക്. കിട്ടിയില്ലടാ? കിട്ടിയില്ലേ? യെസ്. മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോണത്. ശരിക്കും ശ്രദ്ധിച്ചോ. കിട്ടിയാ കിട്ടി, പോയാ പോയി. മക്കളെ നോക്കിക്കോളി. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് 2 എലമെന്റ്സ്. 2 എലമെന്റ്സ് തന്നിട്ടുണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്. എടാ, എന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 2,5 ആണ് അല്ലേ? ബിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 2,8,5 ആണ് അല്ലേ? ഇവിടെ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. 2 മൂലകം തന്നിട്ടുണ്ട്. എ ബി എന്ന മൂലകങ്ങളാണ്. അതിൽ എ ഉണ്ട്, ബി ഉണ്ട് അല്ലേ? ആ മൂലകങ്ങളുടെ പ്രത്യേകതകൾ നമുക്ക് എന്തൊക്കെ നോക്കാം. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദിസ് എലമെന്റ്സ് ഹാവ് സ്മോളർ ആറ്റം? അതായത് ഇതിൽ ആറ്റത്തിന്റെ വലുപ്പം കുറഞ്ഞ മൂലകം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. മക്കളെ, ആറ്റത്തിന്റെ വലുപ്പം ഏറ്റവും കുറഞ്ഞ മൂലകം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കളെ വളരെ സിമ്പിൾ ആണ്. ഇതിൽ എത്ര ഷെല്ലുണ്ടടാ? ഇതിൽ എത്ര ഷെല്ലുണ്ട്? 2 ഷെല്ലുണ്ട് അല്ലേ? ഇതിൽ എത്ര ഷെല്ലുണ്ടടാ? 3 ഷെല്ലുണ്ട്. നിങ്ങൾക്കറിയാം, ഷെല്ല് കൂടുന്തോറും ആറ്റത്തിന്റെ വലുപ്പം കൂടുന്നറിയാം. ഇവിടെ ഷെല്ലിന്റെ എണ്ണം കൂടുതലാണ്, ഇവിടെ ഷെല്ലിന്റെ എണ്ണം കുറവാണ്. അപ്പൊ ആറ്റത്തിന്റെ വലുപ്പം ആർക്കാ കുറവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ കിട്ടി, എ. അപ്പൊ ആറ്റത്തിന്റെ വലുപ്പം ആർക്കാടാ? കുറഞ്ഞത് ആർക്കാ? എ. കാരണം അവിടെ ഷെല്ലുകളുടെ എണ്ണം എന്താണ്? കുറവാണ് അല്ലേ? ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസസ് ദ അറ്റോമിക് സൈസ്? അതായത് ആറ്റത്തിന്റെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചത്. അതായത് ആറ്റത്തിന്റെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന 2 പ്രധാന ഘടകങ്ങൾ എന്തെല്ലാടാ ആറ്റത്തെ സൈസിനെ സ്വാധീനിക്കുന്നത്? ഒന്ന് അതിൻ്റെ എന്താടാ? ഷെല്ലാണ്. ആറ്റത്തിന്റെ ഷെല്ല്. മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഷെല്ല് കൂടുമ്പോൾ ആറ്റത്തിന്റെ എന്ത് കൂടും? സൈസ് കൂടും. അപ്പം എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ആറ്റത്തിന്റെ സൈസ് കൂടാൻ കാരണം മെയിൻ ഫാക്ടർ ആരാണ്? ഷെല്ല്. ഷെല്ല് കൂടുമ്പോൾ ആറ്റത്തിന്റെ എന്ത് കൂടും? സൈസ് കൂടും. പിന്നെ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകൾ കൂടുമ്പോൾ ആറ്റത്തിന്റെ സൈസ് എന്താകുന്നു? കുറയുന്നു. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ആറ്റത്തിന്റെ വലിപ്പം കൂടാൻ കാരണം ഷെല്ല് കൂടിയിട്ടാണ്. ആറ്റത്തിന്റെ വലിപ്പം കുറയാൻ കാരണം ഇലക്ട്രോൺസ് കൂടിയിട്ടാണ്. പിന്നെ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ആറ്റത്തിന്റെ സൈസ് കൂടുമ്പോൾ അവിടെ എന്ത്? ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജ് കുറയും കേട്ടോ. അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ആറ്റത്തിന്റെ എത്ര ആലോചിച്ചാൽ മതി? ആറ്റത്തിന്റെ വലിപ്പം കൂടാൻ കാരണം മെയിനായിട്ട് ഷെല്ലാണ്.
ആറ്റത്തിൻ്റെ വലിപ്പം കുറയാൻ കാരണം ഇലക്ട്രോണുകളാണ്. ഇത് രണ്ടും അതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ആറ്റത്തിൻ്റെ സൈസ് കൂടുമ്പോൾ അതിൻ്റെ എന്ത് കുറയും എന്ന് ആലോചിക്കുക, ന്യൂക്ലിയർ ചാർജ് കുറയും. ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതിയടാ, സിമ്പിൾ സാധനം. ഓക്കെ, ഇനി അടുത്തതാടാ, അടുത്ത വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 2 പോസ്റ്റ്ലേറ്റ്സ് മോഡൽ ഓഫ് റൂദർഫോർഡ് ആറ്റം മോഡൽ. അതായത് റൂദർഫോർഡ് ആറ്റം മാതൃകയുടെ ഏതെങ്കിലും 2 പ്രസ്താവനകൾ എഴുതുകാനാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് റൂദർഫോർഡിന്റെ 2 പ്രസ്താവനകൾ? നിങ്ങൾക്കറിയാം റൂദർഫോർഡ് കണ്ടെത്തിയതിൽ എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടാണ് അയാൾ കണ്ടെത്തിയല്ലേ. അദ്ദേഹം കണ്ടെത്തി എന്താണ്, ഹീ ഫൗണ്ടഡ്, അതായത് എന്താണ്, അതിൽ നിങ്ങൾക്കറിയാം ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, റിവോൾവ് ഇൻ ന്യൂക്ലിയസ്. മൂപ്പര് എന്താണ്, മൂപ്പര് ആറ്റം മോഡൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് അറിയാം, ഒരു പ്ലാനറ്ററി മോഡലാണ് നിങ്ങൾക്ക് അറിയാം. അതായത് ഇലക്ട്രോൺസുകൾ ഇങ്ങനെ റിവോൾവ് ചെയ്യാണ് എയിന് ചുറ്റും, ന്യൂക്ലിയസിന് ചുറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇലക്ട്രോണുകൾ ആറ്റത്തിന്, അതായത് ന്യൂക്ലിയസിന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആര് പറഞ്ഞത്, റൂദർഫോർഡ് കൊണ്ടുവന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ മൂപ്പര് കണ്ടെത്തി ദ സെന്റർ ഈസ് കോൾഡ് എന്താണ്, ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ സെന്ററിന് എന്താ വിളിച്ചത്, ന്യൂക്ലിയസ്. ഇതൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മക്കളെ അതെന്താണ്, മൂപ്പര് കൊണ്ടുവന്നത് പ്ലാനറ്ററി മോഡലാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ ന്യൂക്ലിയസ്, ഇലക്ട്രോൺസിന് ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ന്യൂക്ലിയസ് എന്നൊക്കെ പേരിട്ടു. എവിടെടാ, ആറ്റത്തിന്റെ സെന്ററിന് മൂപ്പര് പേരിട്ടു എന്താണ്, ന്യൂക്ലിയസ് എന്നൊക്കെ. ഇതൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, നോക്കി പോകണം കേട്ടോ. യെസ് മക്കളെ, അടുത്തത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനിലേക്കാണ് ഇനി പോകുന്നത്. എക്സാമിന് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഹൂ പ്രപ്പോസ്ഡ് പ്ലം പുഡിംഗ് മോഡൽ. മക്കളെ നിങ്ങൾക്കറിയാം ഹൂ ഈസ് പ്രപ്പോസ്ഡ് പ്ലം പുഡിംഗ് മോഡൽ, അതായത് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്നാണ്. മക്കളെ ഒന്നും നോക്കണ്ട, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതെന്റെ മക്കൾക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. ജെ തോംസൺ. ആരാടാ, ജെ തോംസൺ ആണ്. ജെ തോംസൺ ആണ് എന്ത് കൊണ്ടുവന്നത്, പ്ലം പുഡിംഗ് മോഡൽ കൊണ്ടുവന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ആൻ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ. അതായത് അദ്ദേഹം പറഞ്ഞു വന്നതിന്റെ ഫലമായിട്ട് ആറ്റം വൈദ്യുതപരമായി ന്യൂട്രൽ എന്നാ പറഞ്ഞത്. എന്താണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയുമ്പോൾ, ബിക്കോസ് അതിൽ കൊടുത്തതിൽ പോസിറ്റീവും നെഗറ്റീവും എന്താണ്, അതിൻ്റെ ഇലക്ട്രോണിക്കലി ന്യൂട്രൽ എന്ന് പറയുമ്പോൾ എന്താണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആർ ഈക്വൽ. മൂപ്പരയിൽ എന്താണ്, പോസിറ്റീവുകളുടെ എണ്ണവും നെഗറ്റീവുകളുടെ എണ്ണം എന്താണ്, ഈക്വൽ ആയതുകൊണ്ടാണ്. അപ്പോൾ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആർ ഈക്വൽ, നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നമ്പർ ഓഫ് നെഗറ്റീവ് ആർ ഈക്വൽ. മൂപ്പർ കൊണ്ടുവന്ന ആറ്റം മോഡൽ എന്താണ്, ഈക്വൽ ആണ്. അപ്പം ഈക്വൽ ആയതുകൊണ്ട് തന്നെ അതെന്താടാ, ന്യൂട്രൽ ആണ്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാക്കാം മൂപ്പര് കൊണ്ടുവന്ന ആറ്റം മോഡലിൽ പോസിറ്റീവും നെഗറ്റീവും എന്താണ്, ഈക്വൽ ആയിരുന്നു, എന്താണ്, തുല്യമായിരുന്നു. പോസിറ്റീവുകളുടെ എണ്ണവും നെഗറ്റീവുകളുടെ എണ്ണം തുല്യമായതുകൊണ്ട് അത് വൈദ്യുതപരമായി എന്താടാ, നിർവീര്യമാണ്. വൈദ്യുതപരമായി നിർവീര്യമാണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് ബി ക്വസ്റ്റ്യൻ. ഇപ്പൊ എ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബി ക്വസ്റ്റ്യൻ എഴുതാട്ടോ. ബി ക്വസ്റ്റ്യൻ എന്താ, ഇൻ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ, വാട്ട് ഡസ് ഇൻഡിക്കേറ്റ്. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താടാ, ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിൽ ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ കടന്നുപോയില്ലേ. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? മക്കളെ നിങ്ങൾക്ക് അറിയാം, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിൽ നിങ്ങൾക്ക് അറിയാം മൂപ്പര് എന്താണ്, ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ എന്ത് ചെയ്യാണ്, കടത്തി വിടുകയാണ് അല്ലേ. അതിൽ നിങ്ങൾക്ക് അറിയാം ഭൂരിഭാഗം എങ്ങനെ പോണടാ, ഭൂരിഭാഗം നേരെയാണ് പോണത്. അതെന്തുകൊണ്ടാണ് നേരെ പോകാൻ കാരണം? ഭൂരിഭാഗം പോകാൻ കാരണം ചില ഭാഗത്ത് സെൻട്രൽ എത്തുമ്പോഴാണ് ഡൈവേർട്ട് ചെയ്ത് വരുന്നെങ്കിലും ഭൂരിഭാഗം ഡയറക്റ്റിലാണ് പോണത്. എന്തുകൊണ്ടാണ് ഭൂരിഭാഗം പോകാൻ കാരണം? ഭൂരിഭാഗം എന്താണ്, ആറ്റത്തിന്റെ ഭൂരിഭാഗം എന്താണ്, എം ടി ആണ്, ശൂന്യമാണ്. മോസ്റ്റ് ഓഫ് ദ ആറ്റംസ് പാർട്ടിക്കിൾസ്, അതായത് ആറ്റത്തിന്റെ ഭൂരിഭാഗം സൈഡ് എന്താണ്, എം ടി ആണ്, ശൂന്യമാണ്. അപ്പോൾ എവിടെയാണ് കടന്നു പോവാത്തത്? ആറ്റത്തിന്റെ സെന്റർ എത്തിയപ്പോഴാണ്. ആറ്റത്തിന്റെ സെൻട്രൽ ഏത് ചാർജാന്ന് പിന്നൊക്കെ കണ്ടെത്തിയിരുന്നു, പ്രോട്ടോൺ ആണ്, അതിന് പോസിറ്റീവാന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റൂദർഫോർഡ് ആവിഷ്കരിച്ച മാതൃകയുടെ പേരെന്താന്നാ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഏതാണ്, സൗരയുധ മാതൃക. ഏത് മാതൃകയാണ്? സൗരയുധ മാതൃക. മൂപ്പര് കൊണ്ടുവന്ന മോഡൽ ഏതാടാ? പ്ലാനറ്ററി മോഡലുണ്ട്, അതുപോലെ തന്നെ പ്ലം പുഡിംഗ് ഉണ്ട്. ഇയാൾ കൊണ്ടുവന്ന റൂദർഫോർഡ് പ്രപ്പോസ് ചെയ്ത മോഡൽ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ മറക്കരുത്, പ്ലാനറ്ററി മോഡൽ. ഏത് മോഡലാടാ? പ്ലാനറ്ററി മോഡൽ. സൗരയുധ മാതൃക എന്ന് പറയും. ഏത് മാതൃകയാടാ? സൗരയുധ മാതൃക. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. നെക്സ്റ്റ്. ഇതൊക്കെ സിമ്പിൾ സാധനം. ഇനി മക്കൾ നന്നായി ശ്രദ്ധിക്കുക, ഇതൊക്കെ സ്ഥിരമായി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. പാട്ടും ഇതൊക്കെ സെറ്റ് ആക്കണം എന്നുണ്ട്, പക്ഷെ നമുക്ക് എന്താണ്, ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സീരിയസ് നമ്മൾ ഫുള്ള് സീരിയസ് ആല്ലേ. ഞങ്ങൾക്ക് എക്സാം കഴിഞ്ഞ് നമുക്ക് എന്താ, പൊളിക്കണം. എജുപോർട്ട് ഇല്ല മക്കളെ നിങ്ങളെ കൂടെ, നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരെ. നോക്കിക്കോളി, 2 ക്വസ്റ്റ്യൻ, അതായത് ഇത് എത്ര മാർക്കിൻ്റെ ആടാ? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ. നോബിൾ ഗ്യാസ് എക്സെപ്റ്റ് ഹീലിയം. നോബിൾ ഗ്യാസ് നിങ്ങൾക്ക് അറിയാം, ഹീലിയം ഒഴിച്ച്
ഹാവ് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് നോബിൾ ഗ്യാസിൽ ഹീലിയം ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ എന്താടാ ഒക്ടറ്റ് ആണ്. അതായത് ഇത് ഇത്രേ ഉള്ളൂ, ഹീലിയം ഒഴികെയുള്ള ഉത്കൃഷ്ടവാതകങ്ങൾക്ക് അഷ്ടകം മൂല ഇലക്ട്രോൺ വിന്യാസമാണ് ഉള്ളത്. അതായത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ആരൊക്കെയുണ്ട്? ഹീലിയം ഉണ്ട്, നിയോൺ ഉണ്ട്, ആർഗൺ ഉണ്ട്, ക്രിപ്റ്റോൺ ഉണ്ട്, ക്സിനോൺ ഉണ്ട്, അവരൊക്കെ ഉണ്ട് അല്ലേ. അതായത് ഹീലിയത്തിന്റെ 2 എന്നാൽ നിയോൺ 2 8, ആർഗൺ 2 8 8, ക്രിപ്റ്റോൺ 2 8 18 8, അങ്ങനെ അങ്ങനെ പോകും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ നോക്കി, ഈ ഹീലിയം വെച്ച് ബാക്കിയുള്ളവരൊക്കെ ലാസ്റ്റ് എന്താ വരുന്നത്? 8. അപ്പോൾ ഇവർക്കൊക്കെ എന്തുണ്ടടാ? ഒക്ടറ്റ് ഉണ്ട്. അതാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. വാട്ട് ഈസ് മെന്റ് ബൈ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? എന്താണടാ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്നാ ചോദിച്ചത്. എന്താണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്ന് ചോദിച്ചത്. അപ്പോൾ എന്താടാ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം? അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുമ്പോൾ ദ ലാസ്റ്റ് ഷെൽ കണ്ടെയ്ൻസ് 8 ഇലക്ട്രോൺസ്. അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരുന്നാടാ? 8 ഇലക്ട്രോൺസ് വരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്ന് വിളിക്കുക. അതായത് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒക്ടറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര എണ്ണം വരണം? 8 വരണം. 8 വന്നവർക്കൊക്കെ എന്തുണ്ട്? ഒക്ടറ്റ് ആയി. അവർക്കൊക്കെ എന്തുണ്ടടാ? സ്റ്റെബിലിറ്റി ഉണ്ട്. എന്താ ഉള്ളത്? സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താടാ? സ്ഥിരത എന്ന് പറയും. എന്താ പറയാ? സ്ഥിരത. അപ്പം എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ഇവർക്കൊക്കെ സ്റ്റെബിലിറ്റി ഉണ്ട്. ലാസ്റ്റ് 8 വന്നവരൊക്കെ സ്റ്റെബിലിറ്റി ഉള്ള പോലെ. എന്താടാ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ? ലാസ്റ്റ് 8 വന്നവരാണ്. നിങ്ങൾ ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടറ്റ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കുക ലാസ്റ്റ് എന്തുണ്ട്? 8 ഉണ്ട്. ഒന്ന് പറഞ്ഞേ ഒക്ടറ്റ്, ഒന്ന് പറഞ്ഞേ ഒക്ടറ്റ്. ഒക്ടറ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എന്താടാ? 8 അല്ലേ? സിമ്പിള്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മക്കൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചിട്ട് എഴുതണം. നോക്കട്ടോ. നിങ്ങൾ ഇത്ര ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ, എന്ത് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയാലും നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച മക്കളെ നിങ്ങൾ സെറ്റാ. എന്നാ ക്വസ്റ്റ്യൻ എന്താ നോക്കലടാ? നോക്കാം. മഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ കമ്പൈൻസ് ടു ഫോം മഗ്നീഷ്യം ഓക്സൈഡ്. അതായത് മഗ്നീഷ്യം ഓക്സിജനും തമ്മിൽ കൂടിച്ചേർന്നാൽ നമുക്ക് ആരെ കിട്ടുന്ന പറഞ്ഞേ? മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടുന്ന പറഞ്ഞേ. അതായത് എന്താടാ? ഇത്രേ ഉള്ളൂ. അതായത് മഗ്നീഷ്യം ഓക്സിജനുമായി കൂടിച്ചേർന്ന മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്ന പറഞ്ഞേ അല്ലേ. വാട്ട് ചേഞ്ചസ് occur the electronic configuration magnesium in the chemical reaction? Why? അതായത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നാ ചോദിച്ചത്. മക്കളെ നിങ്ങൾക്കറിയാം മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. 12 ആകുമ്പോൾ 2 8 2 ആണ്. ഓക്സിജന്റെ താര 8 ആണ്. 8 ആകുമ്പോൾ 2 6. ഞാൻ ഇത്ര ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ 2 ഇവിടെ 8. നിങ്ങൾക്കറിയാം ആദ്യം ഉള്ളവർ കൊടുക്കും, രണ്ടാമത്തെ ആൾക്കാർ എന്ത് ചെയ്യും? വാങ്ങും. mg ഇവിടുന്ന് ഇലക്ട്രോണിനെ കൊടുക്കും. ആർക്ക്? ഓക്സിജന്. എത്ര ഇലക്ട്രോൺ കൊടുക്കടാ? 2 എണ്ണം കൊടുക്കും അല്ലേ. 2 എണ്ണം ഇവിടുന്ന് അപ്പോൾ എന്താവും? പോവും. അപ്പോൾ 2 എണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്ര എണ്ണം ഉണ്ടാവുക? 2 8 ഉണ്ടാവുക. ആ 2 അപ്പുറത്തോന് കിട്ടൂലേ. അപ്പോൾ 6 എന്താവും? 8 ആവും. അപ്പോൾ 2 പേർക്കും എന്തായടാ? ഒക്ടറ്റായി. അപ്പോൾ ആഫ്റ്റർ എന്താ, ബിഫോർ എന്താ നോക്കുക. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. mg പ്ലസ് ആരുമായിട്ടാ കൂടി ചേർന്ന്? മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ. എന്താ കിട്ടുക? mgO അല്ലേ. അപ്പൊ മഗ്നീഷ്യം 2 8 2 ആയിരുന്നു. എന്നാ 2 2 ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുത്താൽ 2 എന്തായിരുന്നു? 6 ആയിരുന്നു അല്ലേ. 2 6. അപ്പൊ ഈ 2 6 കൊടുത്താൽ എന്തേ കാരം? ആഫ്റ്റർ റിയാക്ഷൻ ഇവിടെ 2 8 കാരം. ഈ 6 എന്താവും? 2 8 ആവും. അപ്പൊ ചുരുക്കി പറഞ്ഞ റിയാക്ഷന് ശേഷം ഇവനും 8 വന്നു, ഇവനും എന്ത് വന്നു? 8 വന്നു. കൊടുക്കണോലുണ്ട്, വാങ്ങണോലുണ്ട്. മഗ്നീഷ്യം കൊടുക്കുന്നു, ഓക്സിജൻ എന്തായി? വാങ്ങി. ക്ലിയർ അല്ലേടാ? സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ വളരെ ശ്രദ്ധിക്കണം. ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് എന്നാ പറഞ്ഞത്. അതായത് ഐസോടോപ്പ്, അതായത് ഹൈഡ്രജന്റെ ഐസോടോപ്പ് വരക്കാനാ പറഞ്ഞത്. വളരെ സിമ്പിളാണ് മക്കളെ. ഹൈഡ്രജന്റെ ഐസോടോപ്പ് നിങ്ങൾക്ക് അറിയാം. ആരൊക്കെയുണ്ടടാ? പ്രോട്ടിയം ഉണ്ട്. ആരൊക്കെയാടാ? പ്രോട്ടിയം. പിന്നെ ആരാടാ? ഡ്യൂട്ടീരിയം. ആരാടാ? ഡ്യൂട്ടീരിയം. പിന്നെ ആരാടാ? ട്രിഷ്യം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അപ്പം അതിൻ്റെ ഓർബിറ്റ് വരക്കാൻ പറയുകയാണെങ്കിൽ സിമ്പിളാണ്. അതിൽ നിങ്ങൾക്ക് വരക്കേണ്ട കാര്യം, പ്രോട്ടിയത്തിൻ്റെ സിമ്പിൾ ഓർക്കുക. H. പ്രോട്ടിയത്തിൽ എന്താ ഉണ്ടാവുക? H1 1, ഡ്യൂട്ടീരിയം 1 2, ട്രിഷ്യം 1 3. ക്ലിയർ അല്ലേ? ഇത് വരക്കാൻ ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരക്കാം. ഒന്നുമില്ല, ഒക്കെ ഒരേ ഓർബിറ്റലായിട്ട് വരച്ചൂടെ? ഇങ്ങനെ അതിൻ്റെ ബോർ സ്ട്രക്ചർ വരക്കാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ വരച്ചാൽ മതി. ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. പിക്ചറൊക്കെ സെയിം ആടാ. ഓക്കെ, സെറ്റല്ലേ? യെസ്.
പിക്ചർ സെയിം ആണ്, പക്ഷേ പ്രോട്ടോണിലും ന്യൂട്രോണിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ക്ലിയർ അല്ലടാ. ഇത് പ്രോട്ടിയം, ഇത് ഡ്യൂട്ടീരിയം, ഇത് ട്രിഷ്യം. ഇത് ഐസോട്ടോപ്പ് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കണ്ടോ. ഐസോട്ടോപ്പ് പറയുമ്പോൾ സെയിം അറ്റോമിക് നമ്പർ ഡിഫറൻറ്റ് മാസ് നമ്പർ. നമുക്ക് ലൈവിൽ നന്നായി പറയടാ, നന്നായി പറയാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ഒന്നും മാത്രം പറഞ്ഞു കേട്ടോ മക്കളെ. ഇനി ഓർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർ ക്വസ്റ്റ്യൻ എന്താടാ, ദർ ആർ 3 ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ. നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആരൊക്കെ, അതായത് 3 ഐസോട്ടോപ്പ് ഉണ്ടല്ലേ. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ എന്തൊക്കെയാടാ, 3 ഐസോട്ടോപ്പുകൾ ഉണ്ട്. ഇപ്പോൾ ഓർബിറ്റ് ഇലക്ട്രോവിന്യാസം ചിത്രീകരിക്കാന്ന് ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ചിത്രീകരിച്ചു. മലയാള മീഡിയക്കാർക്ക് അവിടെ വിട്ടുപോയില്ലല്ലോ. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ, ഓർബിറ്റുകൾ, ഇലക്ട്രോവിന്യാസം ചിത്രീകരിക്കുന്നു. സിമ്പിൾ സാധനം. 3 ഐസോട്ടോപ്പ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാടാ, ഞാൻ നേരത്തെ ഇത് തന്നെ. ആരൊക്കെ, പ്രോട്ടിയം, പിന്നെ ആരാ ഡ്യൂട്ടീരിയം, പിന്നെ ആരാ ട്രിഷ്യം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇവയിൽ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആരാ, ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആരാന്ന് ഇതിൽ നോക്കിയടാ. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത എങ്ങനെയാടാ ന്യൂട്രോൺ കാണാം. ന്യൂട്രോൺ കാണാൻ സിമ്പിൾ അല്ലേ. എങ്ങനെ ന്യൂട്രോൺ കാണാം കാണാൻ നിങ്ങൾക്ക് അറിയാം. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഇവിടെ നോക്കിട്ടോ, ഇവിടെ ഇതിന്റെ മുകളിൽ എന്താ ഉള്ളത്, 1. ഇതിന്റെ താഴെ എന്താ ഉള്ളത്, 1. 1 മൈനസ് 1 എത്ര, 0. അപ്പോൾ എൻ്റെ ന്യൂക്ലിയസ് ഇതാ കാണില്ലടാ. അപ്പോൾ ഇതിന്റെ മുകളിൽ 1, ഇത് 1, ഇത് 1. 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0. അപ്പോൾ എൻ്റെ ന്യൂക്ലിയസ് എന്താണ്, ന്യൂക്ലിയസിൽ എന്തില്ല, ചാർജ് ഇല്ല. ന്യൂക്ലിയസിൽ എന്താണ്, 0 ആണ്. ന്യൂക്ലിയസ് 0 ആണ്. ഓക്കെ. എന്നാൽ ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമില്ല. ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം. 2 മൈനസ് 1 എത്ര, 1 ആണ്. ഇവിടെ 3 മൈനസ് 1 എത്ര, 2 ആണ്. ഓക്കെ, അത് കിട്ടും. ന്യൂക്ലിയസിൽ 0 ഉള്ളത് ആരാ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം, പ്രോട്ടിയം ആണ്. ആരാണ്, പ്രോട്ടിയം. അപ്പോൾ ചോദ്യം ഇത്രേ ഉള്ളൂ. ഇവയിൽ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആരാ ചോദിക്കുകയാണെങ്കിൽ, എഴുതി കൊടുക്കണം പ്രോട്ടിയം. ആരാണ്, പ്രോട്ടിയം. ക്വസ്റ്റ്യൻ എന്താടാ, വിച്ച് ഐസോട്ടോപ്പ് ഈസ് ഹൈഡ്രജൻ ഈസ് നോ ന്യൂട്രോൺസ് ഇൻ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഇല്ലാത്തത് ആരാ, ന്യൂക്ലിയസിൽ ന്യൂട്രോൺസിന്റെ നമ്പർ ഇല്ലാത്തത് ആരാ ചോദിക്കുകയാണെങ്കിൽ മറക്കണ്ട, പ്രോട്ടിയം. ആരാണ്, പ്രോട്ടിയം. പ്രോട്ടിയത്തിന് എന്തുണ്ടാവില്ലടാ, ന്യൂക്ലിയസിൽ എന്തില്ല, ന്യൂട്രോൺസ് ഇല്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ, റൈറ്റ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ H1 ആൻഡ് H2 ആൻഡ് 3. സിമ്പിൾ ആണ്. അതിന്റെ പ്രോട്ടോണും ന്യൂട്രോണും കാണാം. നമ്മൾ നേരത്തെ കണ്ട് ഇതൊക്കെ നമ്മൾ മുന്നേ സീം ഇട്ടതല്ലേ. എന്ന് പറഞ്ഞടാ, ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടി അതിന്റെ പ്രോട്ടോണും ന്യൂട്രോണും കണ്ടേ. ആദ്യം H1 1 1 1 2 3. ഇങ്ങോട്ട് മറ്റോനെ ഒഴിവാക്കി. ഇവനെ നമുക്ക് വേണ്ട. ഇവന് ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ല. അപ്പം എൻ്റെ എങ്ങനെയാടാ, പ്രോട്ടോണും ന്യൂട്രോണും കണ്ടേ. പ്രോട്ടോൺ എങ്ങനെ കാണാം, പ്രോട്ടോൺ കാണണം. പിന്നെന്താ കാണണ്ടേ, ന്യൂട്രോൺ കാണണം അല്ലേ. പ്രോട്ടോണും ന്യൂട്രോണും എങ്ങനെ, പ്രോട്ടോണും ന്യൂട്രോണും കാണാം. ഇതിന്റെ പ്രോട്ടോൺ എങ്ങനെയാടാ കാണാം, ഇതിന്റെ പ്രോട്ടോൺ ഒന്ന് കണ്ടേ. ഇതിന്റെ പ്രോട്ടോൺ കാണാൻ മുകളിൽ എത്ര, 2 അല്ലേ. അടിയിലെന്താ 1. പ്രോട്ടോൺ കാണുന്നുണ്ടെങ്കിൽ അടിയത്തെ നമ്പർ നോക്കിയാൽ മതി, എത്ര, 1. അപ്പോൾ ന്യൂട്രോൺ കാണുന്നുണ്ടെങ്കിൽ മുകളിലത്തെ സംഖ്യ എന്ത് ചെയ്യുക, താഴത്തെ സംഖ്യ കുറക്കുക. എന്നാൽ കുറച്ചോളിടാ, 2 മൈനസ് 1 എത്ര, 1. കിട്ടിയില്ലേ. എന്നതൊന്ന് പറഞ്ഞേ, ഇതിന്റെ പ്രോട്ടോണും ന്യൂട്രോൺ എന്ന് പറഞ്ഞേ. ഇതിന്റെ പ്രോട്ടോൺ എത്ര, 1. ന്യൂട്രോൺ എങ്ങനെ കാണാം, 3 മൈനസ് 1 എത്ര, 2. ഇതൊക്കെ ഓൾറെഡി മുന്നേ നമുക്ക് കിട്ടി. സെറ്റ് അല്ലേടാ, യെസ്. നമ്മൾ എഴുതി, അതൊക്കെ സീം വിട്ട്. ഇനി അടുത്ത മക്കളെ, സെറ്റ് മക്കളെ, ഉഷാറല്ലേ മക്കളെ, സെറ്റ് ആക്കിട്ടാ. ഇനി മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ സാധനമാണ്, നോക്കിക്കോളി. സം എലമെന്റ്സ് ദാറ്റ് ബിലോങ്സ് ടു 4th പീരീഡ്. അതായത് ചില എലമെന്റ്സ് തന്നിട്ടുണ്ട്. അതായത് സം എലമെന്റ്സ് ദാറ്റ് ബിലോങ് ടു 4th പീരീഡ് ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് അലോങ് ദ പീരീഡ്. അതായത് ചില 4th പീരീഡിലുള്ള കുറച്ച് ആൾക്കാർ തന്നിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യങ്ങൾ ശ്രദ്ധിക്കുക. 4ാം പീരീഡിലുള്ള ചില മൂലകങ്ങൾ പീരീഡിൽ ഗുണങ്ങൾ സാദൃശ്യം കാണിക്കുന്നു. അതായത് 4ാം പീരീഡിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ പീരിയോഡ് ടേബിൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങളെ പീരിയോഡ് ടേബിൾ നിങ്ങൾക്ക് അറിയാം. അതിൽ 4ാമത്തെ പീരീഡ് 1 2 3 4 അങ്ങനെയാണ് പറഞ്ഞത്. അതിൽ 4ാമത്തെ പീരീഡിൽ ഗുണങ്ങളിൽ എന്ത് കാണിക്കുന്നുണ്ട്, സാദൃശ്യം കാണിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. വളരെ സിമ്പിളാടാ. നോക്കൂ, വാട്ട് മേ ദ നെയിം ഓഫ് ദിസ് എലമെന്റ്സ് ഈസ് നോൺ ആസ്. അതായത് ഈ എലമെന്റുകളെ നമ്മൾ എന്താ വിളിക്കുക മക്കളെ. 4ാമത്തെ പീരീഡ് എന്നൊക്കെയാണ് കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, 4 ആണോ ഉറപ്പിച്ചോ, അത് ഏതാണ്, ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. ഏതാണ്, ട്രാൻസിഷൻ എലമെന്റ്സ്. അതായത് അവരെ വിളിക്കണം പേരെന്താ, സംക്രമണ മൂലകം. എന്താ വിളിക്കുക, സംക്രമണ മൂലകം എന്നാ വിളിക്കുക. അപ്പോൾ 4ാമത്തത് അവിടുന്ന് 4 5 6 4 5 6ാമത്തെ പീരീഡ് ഒക്കെ ഏതാണ്, ട്രാൻസിഷനാണ് തുടങ്ങുക. മക്കളെ 1 2 ഒന്നും നോക്കണ്ട. ഇപ്പൊ നിങ്ങളെ പീരിയോഡ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങളെ പീരിയോഡ് ടേബിൾ എങ്കിൽ എൻ്റെ മക്കൾ മനസ്സിലാക്കി എടുക്കുക. പീരിയോഡ് ടേബിളിന്റെ 1 2 3 എന്നല്ല തുടങ്ങണത്, 4 ഇവിടെ നിന്നാണ് എന്ത് തുടങ്ങുക, ട്രാൻസിഷൻ തുടങ്ങുക. അപ്പൊ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ട്രാൻസിഷന്റെ സ്റ്റാർട്ടിങ് തന്നെ ഇവിടുന്നാണ്, 4ാമത്തെ പീരീഡ് നിന്നാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു നോക്കാം, നോക്കിക്കോളി കേട്ടോ, ശ്രദ്ധിച്ചോളി. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിയില്ലേ, സംക്രമണ മൂലകങ്ങൾ എന്നാണ് വിളിക്കുക.
ഓക്കെ. ഇനി വിച്ച് ഷെൽസ് ആർ ഇലക്ട്രോൺസ് ആഡഡ് ഇൻ ദിസ് എലമെന്റ്സ്? ഈ എലമെന്റ്സിലെ എത്രാമത്തെ ഷെല്ലുകളിലാണ് ആഡ് ചെയ്യുക? നിങ്ങൾക്കറിയാം ഇതിലുള്ള ഈ ട്രാൻസിഷൻ എലമെന്റ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവരെ ഏത് ഷെല്ലിലാണ് നമ്മൾ ആഡ് ചെയ്യാന്ന് വെച്ചു. അതായത് മലയാളം തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം. അതായത് ഇവയിൽ ഏത് ഷെല്ലിലാണ് ഇലക്ട്രോണുകൾ ചേർക്കപ്പെടുന്നത്? ഏത് ഷെല്ലിലാണ്? കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ലൊക്കെ ഉണ്ടെങ്കിലും ഇവരെ നമ്മൾ ഏത് ഷെല്ലിലാണ് ചേർക്കുക? സെക്കൻഡ് ലാസ്റ്റ് ഷെൽ. എന്താ പറയുക? സെക്കൻഡ് ലാസ്റ്റ് ഷെൽ. സെക്കൻഡ് ലാസ്റ്റ് ഷെല്ലിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പെനൾട്ടിമേറ്റ് ഷെൽ. എന്താ വിളിക്കുക? പെനൾട്ടിമേറ്റ് ഷെൽ. അതിന്റെ ഡീറ്റെയിൽ ക്ലാരിഫിക്കേഷൻ നമുക്ക് പറയടാ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഇങ്ങനെ പറഞ്ഞു പോവാം. എന്താണ് പെനൾട്ടിമേറ്റ് ഷെല്ല് പറയുമ്പോൾ? നിങ്ങൾ മലയാളി കുട്ടികൾ എഴുതി വെക്കണം. എന്താണ്? അവസാനത്തിന്റെ തൊട്ട് മുമ്പുള്ള ഷെല്ല് അല്ലേ? അപ്പം എൻ്റെ മക്കൾ മനസ്സിലാക്കുക, സംക്രമണ മൂലങ്ങൾ എന്ന് പറയുമ്പോൾ കൊടുക്കുമ്പോൾ ഏത് ഷെല്ലാ ചോദിക്കുമ്പോൾ അവസാനത്തെ ഷെല്ലിന് തൊട്ട് മുമ്പുള്ള ഷെല്ല്, അവസാനത്തേന് തൊട്ട് മുമ്പുള്ള ഷെല്ലിലാണ് ഇത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം 2, 8, 9, 2. അതിന് ശേഷമുള്ള മൂലകം വരിക 2, 8, 10, 2. അതിന് ശേഷമുള്ള വരിക 2, 8, 11, 2 എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ലാസ്റ്റ് അല്ല മാറുന്നത്, ലാസ്റ്റത്തേന് മുന്നെയാണ് മാറുന്നത്. അതായത് ഇവിടെയാണ് മാറുന്നത്. ഇവിടെ ഈ അവസാനത്തേന് മുന്നേ മാറുകയാണെങ്കിൽ അവരാണ് നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് എന്ന് വിളിക്കുക. അവരൊക്കെ സംക്രമണ മൂലങ്ങളെ ഉദാഹരണങ്ങളാടാ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നൈറ്റ് ഇതിൽ പറയാം കേട്ടോ, ലൈവിൽ വരുമ്പോൾ. ഓക്കെ. യെസ്. ഇനി മക്കളെ നിങ്ങൾക്ക് ഏത് ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്ന് പറയാന്ന് മാത്രം കേട്ടോ. യെസ്. അടുത്ത എന്താടാ? കേൾക്കണില്ലേ? സെറ്റല്ലേ? യെസ്. അടുത്തെന്താ? ഇവ പീരിയഡിൽ ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നത് എന്തുകൊണ്ട്? കാരണം ഇവരെന്താണ്? വൈ ഡസ് ദ ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് അലോങ് പീരിയഡ്? ഇവരെന്താടാ? പെനൾട്ടിമേറ്റ് ഷെല്ലാണ്. അപ്പോൾ ഇവരൊക്കെ എന്താണ്? ഒരേ സ്വഭാവം കാണിക്കാം. പിന്നെ മാത്രമല്ല ഇവരൊക്കെ മെറ്റൽസ് ആണ്. ഏത് മെറ്റൽസ് ആടാ? ട്രാൻസിഷൻ മെറ്റൽസ് ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇവരെന്ത് കാണിക്കാറുണ്ട്? ഗുണങ്ങളിൽ എന്ത് കാണിക്കാറുണ്ട്? സാദൃശ്യം കാണിക്കാറുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ. പിന്നെ മെയിനായിട്ട് ഇവരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇവരുടെ പ്രോപ്പർട്ടീസ് ഇവരൊക്കെ മെറ്റൽസ് ആണ്, ഹാർഡ് മെറ്റൽസ് കേട്ടോ. യെസ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി എൻ്റെ മക്കൾ നോക്കുക, ശരിക്കും ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആടാ? എത്രാമത്തെ ക്വസ്റ്റ്യനാ? 15ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ ഐസോടോപ്പ് ഓഫ് എലമെന്റ്. ഒരു ഐസോടോപ്പ് ഓഫ് എലമെന്റ് കാർബൺ 13 അല്ലേ? അനദർ ഐസോടോപ്പ് ഓഫ് ഹാസ് 1 ന്യൂട്രോൺ മോർ ദാൻ ദി 1. അതായത് കാർബൺ 13 തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു മൂലകത്തിന്റെ ഐസോടോപ്പ് കാർബൺ 13 ആണ്. ഇതേ മൂലകത്തിന്റെ മറ്റൊരു ഐസോടോപ്പിന് തന്നിരിക്കുന്ന ഐസോടോപ്പിനേക്കാൾ ന്യൂട്രോൺ കൂടുതലാണ്. നിങ്ങൾക്കറിയാം കാർബണിന്റെ ഐസോടോപ്പ് ഏതൊക്കെ? കാർബൺ അല്ലേ? കാർബൺ 12 ഉണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട് അല്ലേ? അപ്പൊ കാർബണിന്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്കറിയാം 6, 6, 6 എന്നാണ്. ഇങ്ങോട്ടിപ്പോൾ പറഞ്ഞ കാർബൺ 13 അല്ലേ? കാർബൺ 13നേക്കാളും ഒരു ന്യൂട്രോൺ കൂടുതലാന്ന് പറയുമ്പോൾ അത് ആരാണടാ? ഇവനാണ്. ആരാണ്? കാർബൺ 14 ആണ് കേട്ടോ. കാർബൺ 14. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കാർബൺ 13നേക്കാളും ഒരു ന്യൂട്രോൺ കൂടുതലാകുമ്പോൾ കാർബൺ 14 ആണ്, മറക്കണ്ട. അപ്പൊ ഏതാണ് ആ ന്യൂട്രോൺ കൂടുതൽ? രണ്ടാമത് സൂചിപ്പിച്ച ഐസോടോപ്പിന് അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ ഉപയോഗിച്ച് ചിത്രീകരിക്കുക. കാർബൺ 6, 12, കാർബൺ 6, 13, കാർബൺ 6, 14. ഇപ്പൊ ഇങ്ങോട്ട് തന്നത് ആരാണ്? 12 അവിടെ പറഞ്ഞില്ല, 13 പറഞ്ഞത്. 13നേക്കാളും എന്ത് കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ട്? 13നേക്കാളും ഒരു ന്യൂട്രോൺ കൂടുതലാന്ന് പറയുകയാണെങ്കിൽ അത് ആരാടാ? കാർബൺ 14 ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ചിത്രീകരിക്കാൻ പറയുമ്പോൾ ഇതാണ് വരച്ചാൽ മതി, കാർബൺ 14. ഇനി ഇതിന്റെ രണ്ട് ഉപയോഗം പറയാൻ പറഞ്ഞിട്ടുണ്ട് എക്സാമിന്. അതാ കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താടാ? റൈറ്റ് എനി 1 യൂസ് ഓഫ് ദിസ് ഐസോടോപ്പ്. ഇനി ഒരു ഉപയോഗം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാർബൺ 14ന്റെ ഒരു യൂസ് പറഞ്ഞടാ. കാർബൺ 14ന്റെ ഒരു യൂസ് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. എന്തായിട്ട് ഉപയോഗിക്കാം? റേഡിയോ ആക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യാം? മലയാളത്തിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി മലയാളത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ. ഇനി നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കാം. കാർബൺ ഡേറ്റിംഗ് പറയുമ്പോൾ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ. എന്തിനാ വേണ്ടി ഉപയോഗിക്കുക? കാലപ്പഴക്കാൻ. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഏതാടാ? കാർബൺ 14 ആണ് കേട്ടോ. മറക്കില്ലല്ലോ? യെസ് മക്കളെ. ഇനി എൻ്റെ മക്കളെ നന്നായി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. കുറച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്, കുറച്ച് എലമെന്റ്സിന്റെ. അതിന്റെ എന്താണ് സിമ്പിൾസ്? ഇതല്ല, ABCD എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. ചില മൂലങ്ങളുടെ ഇലക്ട്രോവിന്യാസം നൽകിയിരിക്കുന്നു. അതിന്റെ എന്താണ് എലമെന്റ്സിന്റെ എന്തല്ല സിമ്പിൾ കറക്റ്റ് അല്ല, ABCD എന്നാ പറഞ്ഞത്. ഏതാ എലമെന്റ് ഒന്നും നിങ്ങൾക്ക് തന്നില്ല കേട്ടോ. ഇനി മക്കളെ തന്നത് എന്താ? A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട്. ഇതിൽ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് അമംഗ് ദിസ്
ബിലോങ്ങിങ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ഇതിൽ ഏതാണ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്നാണ് ചോദിച്ചത്. അതായത് ഇതിൽ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. പ്രധാന ഗ്രൂപ്പ് മക്കളെ, പ്രധാന ഗ്രൂപ്പ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കുക ഏതൊക്കെയാടാ പ്രധാന ഗ്രൂപ്പ്. ഈ തന്നേല് സിമ്പിൾ അല്ലേടാ. പ്രധാന ഗ്രൂപ്പ് കാണാൻ നിങ്ങൾക്കറിയാം. പ്രധാന ഗ്രൂപ്പ് പറയുമ്പോൾ പീരിയോഡിക് ടേബിൾ 1, 2 അതുപോലെ തന്നെ 13 മുതൽ 18 വരെ ഉള്ളതാണ് ഇത് പ്രധാന ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. 3 മുതൽ 8 വരെ ഉള്ളതാണ് അതിൽ ഉൾപ്പെടുത്താതെ. അതാണ് സംക്രമണ മൂലകം. നിങ്ങൾക്കറിയാം ഈ 1, 2 അതായത് പീരിയോഡിക് ടേബിളിന്റെ അവസാനം മൂലകങ്ങളുടെ 1, 2 അതുപോലെ തന്നെ 13 മുതൽ 18 വരെയുള്ള എന്താണ് പ്രധാന ഗ്രൂപ്പ്. ഈ 13 മുതൽ 18 വരുമ്പോൾ 13 മുതൽ അതായത് അതിന്റെ ലാസ്റ്റ് എന്തേക്കാരം 3 മുതൽ 8 വരെ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇതിൽ പ്രധാന ഗ്രൂപ്പ് ഏതാ? പ്രധാന ഗ്രൂപ്പ് 1, 2 അവസാനം വരുന്നുണ്ടോ, അതുപോലെ തന്നെ 3 മുതൽ 8 വരെ ഉണ്ടോ നോക്കിയാൽ മതി. ഇതാ അവസാനം 3 ഉണ്ട്, യെസ് പ്രധാന ഗ്രൂപ്പ്. അവസാനം 7 ഉണ്ട്, യെസ് പ്രധാന ഗ്രൂപ്പ്. അവസാനം 2 ഉണ്ട് വിചാരിച്ചത് പ്രധാന ഗ്രൂപ്പാന്ന് പറയരുത്. ഇതും എന്താടാ പ്രധാന ഗ്രൂപ്പ്. അതെന്തുകൊണ്ടാ സാർ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഇവൻ എന്താ പ്രധാന ഗ്രൂപ്പ് എന്ന് പറയാതിരിക്കാൻ കാരണം ഇവൻ എത്ര ഷെല്ലുണ്ടടാ? 4 ഷെല്ലുണ്ട്. അത് മാത്രമല്ല 4 ഷെല്ലുള്ളത് മാത്രമല്ല ഇവന്റെ ഇലക്ട്രോൺസ് മാറുന്നത് അവസാനമല്ല, അവസാനത്തിന്റെ തൊട്ട് മുമ്പുള്ളതാണ്. സെക്കൻഡ് ലാസ്റ്റ് ഷെല്ല് എന്ന് പറയും. ആ സെക്കൻഡ് ലാസ്റ്റ് ഷെല്ല് മാറുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഇസ് പെനൾട്ടിമേറ്റ് ഷെല്ല് എന്നൊക്കെ. അത് ട്രാൻസിഷൻ ആണ്. അപ്പോൾ ഏതാടാ പ്രധാന ഗ്രൂപ്പ്? മെയിൻ ഗ്രൂപ്പ് ഏതൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാടാ? നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. എ ഉണ്ട്, പിന്നെ ആരാ? ബി ഉണ്ട്, പിന്നെ ആരാടാ? ഡി ഉണ്ട്. എ ബി ഡി. ആരാടാ? എ ബി ഡി. അപ്പൊ ഇവയിൽ പ്രധാന ഗ്രൂപ്പ് ഏതൊക്കെ ചോദിക്കുകയാണെങ്കിൽ എ ബി ഡി. ക്ലിയർ അല്ലേടാ? അല്ല, യെസ്. ഇനി വിച്ച് അമംഗ് ദിസ് ട്രാൻസിഷൻ എലമെന്റ്, ഇതിൽ ഏതാണ് സംക്രമണ മൂലകം എന്നാ ചോദിച്ചത്. ഇതിൽ സംക്രമണ മൂലകം ഞാൻ നേരത്തെ പറഞ്ഞു ഏതാണ്? സി ആണ്. കാരണം നിങ്ങൾക്ക് അറിയാം, കാരണം 4 ഷെല്ല് കണ്ടോ ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് 4 ഷെല്ലുള്ള എന്തെങ്കിലും തന്ന അത് ട്രാൻസിഷൻ ആണടാ. അടുത്തത് വിച്ച് അമംഗ് ദിസ് ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ്, ഇതിൽ ഗുണങ്ങളിൽ എന്താണ് സാദൃശ്യം കാണിക്കുന്ന ഏതാ ചോദിച്ചിട്ടുണ്ട്. കുറെ കുട്ടികൾക്ക് ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. സാറേ ട്രാൻസിഷൻ എലമെന്റ്സ് ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കാറില്ലേ? പക്ഷേ വിച്ച് അമംഗ് ദിസ് ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ്, ഈ തന്നതിൽ ആരൊക്കെ കാണിക്കണം ചോദിക്കുകയാണെങ്കിൽ മക്കൾ നിങ്ങൾ ഇതിന്റെ ലാസ്റ്റ് ഷെല്ല് നോക്കി. ലാസ്റ്റ് ഷെല്ലിൽ 3 ഒരുപോലെ വരുന്ന ഏതാ നോക്കി. ഒരുപോലെ വരുന്ന ഏതാ? എയും ഇവിടുത്തെ എയും അല്ലേ, ബിയും ഡിയുമാണ് ഒരുപോലെ വരുന്നത്. അപ്പോൾ ഇവർ ലാസ്റ്റ് നമ്പർ കണ്ടില്ലേ, ലാസ്റ്റ് 7 വരുന്നൊക്കെ എന്താടാ സെയിം ഗ്രൂപ്പാണ്. അപ്പോൾ ഇവർ സെയിം പ്രോപ്പർട്ടി ആയിക്കാരം. അപ്പോൾ സെയിം ഗ്രൂപ്പ് കാണിക്കണോലൊക്കെ എന്താണ് സെയിം പ്രോപ്പർട്ടികൾ കാണിക്കണേക്കാരം. അപ്പോൾ അതിന് ആൻസർ എന്താടാ? ബി ഡി ആണ്. ആരാണ്? ബി ഡി. അതെന്താ സാറേ ട്രാൻസിഷൻ കൊടുക്കാൻ പറ്റാത്ത വെച്ചാൽ വേറെ നിങ്ങളവിടെ 2 ഉണ്ടോ കാണിക്കുക? ഇല്ല, എ ഒരു സെയിം ഉള്ളത് എ എന്നല്ലേ ഉള്ളൂ. ഇവിടെ എ വരുന്നുണ്ട്, ഇവിടെ എ വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ്റെ മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. നോക്കുക മക്കളെ, ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് അല്ലെങ്കിൽ ദ പൊസിഷൻ ഓഫ് സം എലമെന്റ്സ് ഓഫ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഗിവൺ ബിലോ. ചില എലമെന്റ്സിന്റെ പൊസിഷൻ തന്നിട്ടുണ്ട്. ഒന്ന് 6th പീരീഡ് എന്നാ പറഞ്ഞത്. എത്രാമത്തെ ഗ്രൂപ്പാന്നും പറഞ്ഞിട്ടുണ്ട്? ഫസ്റ്റ് ഗ്രൂപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 6ാം പീരീഡിൽ 1ാം ഗ്രൂപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ എന്താടാ? ബി 7th പീരീഡ്. എന്താണ്? 7th പീരീഡ്, 7ാമത്തെ പീരീഡ്. പിന്നെ 4th പീരീഡ് 18th ഗ്രൂപ്പ്. 4ാമത്തെ പീരീഡ് 8ാമത്തെ ഗ്രൂപ്പ്. അടുത്ത 3ാമത്തെ പീരീഡ് 15ാമത്തെ ഗ്രൂപ്പ്. ഇതൊക്കെ പാടങ്ങനെ കണ്ട അന്തം വിടണ്ട. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിങ്ങനെ കാണുമ്പോൾ നോക്കുക, വിച്ച് ഓഫ് ദിസ് ട്രാൻസിഷൻ എലമെന്റ്സ്, അതായത് ഇവയിൽ സംക്രമണ മൂലകം ഏതാന്നാ ചോദിച്ചത്. സംക്രമണ മൂലകം. ഇതിൽ സംക്രമണ മൂലകം ഏതാടാ? ഞങ്ങളുടെ നേരത്തെ മുകളിൽ പറഞ്ഞ് 4 ഷെല്ലുണ്ടോ അതെന്തേക്കാരം? സംക്രമണ മൂലകീകാരം. ഇതിൽ 4 ഷെല്ലുള്ള പീരീഡ്, അതായത് 4 ഷെല്ല് എന്ന് പറയുമ്പോൾ 4ാമത്തെ പീരീഡ് ഈക്കാരം. ഇതിൽ 4ാമത്തെ പീരീഡ് എവിടെയെങ്കിലും കാണുന്നുണ്ടോക്കി? ദാ സി. ആരാണ്? സി. അപ്പൊ ട്രാൻസിഷൻ എലമെന്റ് സി ആന്ന് പറയാൻ കാരണം അതിൽ എത്രാമത്തെ പീരീഡ് ആടാ? 4ാമത്തെ പീരീഡ് ആണ്. 4ാമത്തെ പീരീഡ് വരുമ്പോൾ എത്ര ഷെല്ലുണ്ടാവും? 4 ഷെല്ലുണ്ടാവും. നിങ്ങൾക്കറിയാം 1ാമത്തെ ഷെല്ലാവുമ്പോൾ 1ാമത്തെ പീരീഡ്, 2ാമത്തെ ഷെല്ലാവുമ്പോൾ 2ാമത്തെ പീരീഡ്. ഡീറ്റെയിൽ ഒക്കെ നമുക്ക് പഠിക്കട്ടോ. അപ്പൊ 4ാമത്തെ പീരീഡ് ആകുമ്പോൾ അതിൽ 4 ഷെല്ലുണ്ടാവും. ഓക്കെ. അപ്പൊ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ആരാടാ? സി ആണ് കേട്ടോ. സംക്രമണ മൂലകം എന്ന് പറയുമ്പോൾ ഏതാണ്? സി ആണ് കേട്ടോ മക്കളെ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദിസ് ആൽക്കലി മെറ്റൽ, ഈ തന്നതിലെ ഏത് മൂലകമാണ് ആൽക്കലി ലോഹം എന്നാ ചോദിച്ചത്. മക്കളെ ആൽക്കലി ലോഹം കാണാൻ 1ാമത്തെ ഗ്രൂപ്പാണ്. നിങ്ങൾക്കറിയാം പീരിയോഡിക് ടേബിളിലുള്ള 1ാമത്തെ ഗ്രൂപ്പാണ് ആൽക്കലി ലോഹം. 2ാമത്തെ ഗ്രൂപ്പ് എന്താ? ആൽക്കലി എർത്ത് ലോഹം എന്ന് പഠിച്ച. ഇതിൽ ഏതാ 1ാമത്തെ ഗ്രൂപ്പ്? ഫസ്റ്റ് തന്നെ ഉണ്ട് എ അല്ലേ. ഫസ്റ്റ് എന്താ? എ. ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ. ഫസ്റ്റ് ഗ്രൂപ്പ് ഒക്കെ എന്താടാ? ആൽക്കലി മെറ്റൽസ് ആണ്. ആൽക്കലി മെറ്റൽസ് അല്ലേ. അപ്പൊ അതിന്റെ ആൻസർ എന്താ? ആൽക്കലി മെറ്റൽസ് ഏതാണ്? എ ആണ് കേട്ടോ. അപ്പൊ ആൽക്കലി ലോഹങ്ങൾ ഏതാടാ? ആൽക്കലി ലോഹത്തിന്റെ ആൻസർ എന്താ? എ ആണ് കേട്ടോ. യെസ്. ഇനി മക്കളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
വിച്ച് ഓഫ് ദിസ് ഗ്യാഷ്യസ് എലമെന്റ്, ഈ തന്നതിൽ ഏതാണ് ഗ്യാഷ്യസ് എലമെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വാതകാവസ്ഥയിലുള്ള മൂലകം ഏതാണ്? വാതകാവസ്ഥയിലുള്ള മൂലകം മക്കളെ വളരെ സിമ്പിൾ ആണ്. ഈ തന്നതിൽ വാതകാവസ്ഥയിലുള്ള, നിങ്ങൾക്കറിയാം നിങ്ങളെ പീരിയോഡ് ടേബിൾ നോക്കുമ്പോൾ ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങളെ പീരിയോഡ് ടേബിൾ നോക്കുമ്പോൾ ഇതാണ് നിങ്ങളെ പീരിയോഡ് ടേബിൾ എങ്കിൽ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ഈ ഭാഗത്ത് കാണുന്നതൊക്കെ എന്താണ്? വാതകാവസ്ഥയിലുള്ള കാരം. എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞില്ല, അധികം വാതകാവസ്ഥയിലുള്ള കാരം, നോൺ മെറ്റൽസ് ഇക്കാരം, അലോഹങ്ങൾ. അപ്പോൾ ഇതിൽ 13 മുതൽ 18 വരെയുള്ള ഏതെങ്കിലും ഒന്നുണ്ടോ നോക്കി. 13 മുതൽ 18 വരെയുള്ള എവിടെയെങ്കിലും ഉണ്ടോ നോക്കി. 6ാമത്തെ പീരീഡ്, 7ാമത്തെ പീരീഡ്, 19, 18, അവിടെ ഫസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്, 8ാമത്തെ ഗ്രൂപ്പ് ഉണ്ട്. 8ാമത്തെ ഗ്രൂപ്പ് അല്ല, 17ാമത്തെ ഗ്രൂപ്പ്. ചിലവരൊക്കെ നോബിൾ ഗ്യാസ് അല്ലേ ചോദിക്കും. സാർ നോബിൾ ഗ്യാസ് അല്ലേ ചോദിക്കും. നോബിൾ ഗ്യാസ് ഒക്കെ ഗ്യാസാണ്, വാതകാവസ്ഥയാണ്. പക്ഷെ അതിന്റെ തൊട്ട് മുമ്പ് നിങ്ങൾക്കറിയാം നോബിൾ ഗ്യാസ് പറയുമ്പോൾ ആരാണ്? എത്രാമത്തെ ഗ്രൂപ്പാണ്? 18ാമത്തെ ഗ്രൂപ്പാണ്. അതിന് തൊട്ട് മുമ്പുള്ളതാണ് 17ാമത്തെ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ 17ാമത്തെ ഗ്രൂപ്പ് വളരെ സിമ്പിൾ ആണ് കണ്ടെത്താൻ. അതാരാന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ശരിക്കും പറയേണ്ട ആവശ്യമില്ല. 3ാമത്തെ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 3ാമത്തെ പീരീഡ് പറയുമ്പോൾ എത്ര ഷെല്ലുണ്ടടാ? കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്. എത്രാമത്തെ ഗ്രൂപ്പാണ്? 17ാമത്തെ ഗ്രൂപ്പ്. 17ാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ ലാസ്റ്റ് എ. അപ്പോൾ 2, 8, 2, 8 വരുമ്പോൾ 17. 17 വരുമ്പോൾ ആരാണ്? ക്ലോറിൻ. അപ്പോൾ ഈ ക്ലോറിനൊക്കെ എന്താടാ? വാതകാവസ്ഥകളാണ്. നിങ്ങൾ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, പീരിയോഡ് ടേബിളിലെ ഏറ്റവും അവസാനത്താണ് 18ാമത്തെ ഗ്രൂപ്പ്. 18ാമത്തെ ഗ്രൂപ്പിൻ്റെ അവസാനത്തിൻ്റെ തൊട്ട് മുമ്പുള്ളതാണ് ക്ലോറിന്, ഫ്ലൂറിന്. ഫസ്റ്റ് ഫ്ലൂറിനാണ് വരിക. ഫ്ലൂറിന്, ക്ലോറിന്, ബ്രോമിന്, അയഡിന്. അതിൽ ബ്രോമിന് നിങ്ങൾ നോക്കണ്ട. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിൽ 9ക്കൊക്കെ ക്ലോറിന്, ഫ്ലൂറിന് ഇവരൊക്കെ വാതകാവസ്ഥയിലുള്ളതാണ്. നമ്മളിപ്പോൾ ചോദിച്ചത് ക്ലോറിനാണ് കേട്ടോ. യെസ്, നിങ്ങൾ ക്ലോറിൻ നിന്ന് എഴുതണ്ട, നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. 18ന്റെ തൊട്ടടുത്താണ് 17. നിങ്ങൾ ഈ ഗ്യാസസ് ചോദിക്കുകയാണെങ്കിൽ മക്കളെ ഇപ്പം പഠിച്ചു വെച്ചോ, നിങ്ങളോട് 14ന്റെ മോൾക്ക് 14 മുതൽ 18 വരെയുള്ള ഏകദേശം ഏത് സ്റ്റേറ്റ് ആടാ? ഗ്യാസ് സ്റ്റേറ്റ് ആണ്, വാതകാവസ്ഥയിലാണ്. അതിൻ്റെ മക്കൾ മറക്കണ്ട. ഓക്കെ, സെറ്റ്. എൻ്റെ മക്കൾ നന്നായി പഠിക്കുന്ന അസ്ലം സാറിന് അറിയില്ലേ? യെസ് മക്കളെ, ക്വസ്റ്റ്യൻ പറയട്ടെ, ഉഷാറല്ലേ മക്കളെ? യെസ്. ആൻഡ് atom element B has 30 positive charge in its nucleus. Its mass number is 27 and this atom is electrically neutral. എന്താ പറഞ്ഞത്? ക്വസ്റ്റ്യൻ എന്താടാ? പറയട്ടെ. ബി എന്ന മൂലകത്തിന്റെ ആറ്റത്തിന് ന്യൂക്ലിയസിൽ 13 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതിന്റെ മാസ് നമ്പർ 27 ആണ്. ഈ ആറ്റം വൈദ്യുതപരമായി എന്താണ്? ന്യൂട്രൽ ആണ് എന്നാ പറഞ്ഞത്. ഇതിന്റെ അറ്റോമിക നമ്പർ എത്ര? അപ്പൊ എന്താടാ പറഞ്ഞത്? ബി എന്ന മൂലകം അല്ലെ, ബി എന്ന എലമെന്റ് അല്ലെ, അതിന് പോസിറ്റീവ് ചാർജ് 13 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ മക്കളെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോട്ടോൺ ആണ്, 13 ആണ്. അതിന്റെ മാസ് നമ്പർ എത്ര തന്നെ? 27 ആണ്. ഇതാ മറ്റാരും അല്ല, ഞാൻ സീക്രട്ട് ആക്കി പറഞ്ഞ അലുമിനിയാണ്. ഓക്കെ മക്കളെ, അപ്പൊ അറ്റോംബർ 13 ആണ് അല്ലേ. അപ്പൊ വാട്ട് ഈസ് അറ്റോംബർ? കിട്ടി. അപ്പൊ എന്താ? 13 പോസിറ്റീവ് ചാർജ് അല്ലേ മക്കളെ. പ്രോട്ടോൺ തന്നെയാണ് അറ്റോമിക് നമ്പർ, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, യെസ്. ഞാൻ കേട്ടെ ഇവിടെ 13ന് പകരം 15 വെക്കുക. അറ്റോംബർ എത്ര? നമുക്കറിയാം 15. ഇവിടെ ഇപ്പൊ 13 തന്ന്, അപ്പൊ നമ്മൾ 13 എഴുതി. സിമ്പിൾ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ന്യൂക്ലിയസ്. അതിന് ന്യൂട്രോൺ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എടാ പുള്ളേ, ന്യൂട്രോൺ ഒക്കെ കാണാൻ എല്ലാവർക്കും അറിയില്ലേ? ഇതേ മൈനസ് ഇത്, മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ അല്ലേ. എങ്ങനെയാടാ ന്യൂട്രോൺ കാണാ? പറഞ്ഞോളി. 27 - 13. 27 - 13 എത്ര? 27 13 കുറച്ചാൽ എത്ര കിട്ടുക? 14. സെറ്റ്. അപ്പോൾ ഇതിന്റെ അറ്റോംബർ കിട്ടി എത്രടാ? 13 കിട്ടി. ഈ ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ന്യൂട്രോൺ എങ്ങനെ കാണുക? മാസ് നമ്പർ 27 ആയിരുന്നു, അറ്റോംബർ 13 ആയിരുന്നു. 27 - 13 എത്രടാ? 14. കിട്ടിയില്ലടാ? യെസ്. ഇനി എൻ്റെ മക്കളെ തീരാൻ പോവാണ്ടാ. യെസ്. റെപ്രസെന്റ് ദ എലമെന്റ് ഇൻഡിക്കേറ്റ് ഇൻ അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ഈ മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ മാസ് നമ്പർ വെച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ആദ്യമേ വെച്ച് എഴുതിയിട്ടുണ്ട്. എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ബി അല്ലേ തന്നത്, ബീന്റെ അടിയിൽ എന്ത് ചെയ്യുക? 13, മുകളിൽ എന്ത് കൊടുക്കുക? 27. ഇങ്ങനെ ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, അതായത് ഈ മൂലകത്തിന്റെ അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുക. അസ്ലം സാർ ഇവിടെ തന്നിട്ടുണ്ട്. സെറ്റ്. അപ്പോൾ ബി 13, 27. ഓക്കെ, സെറ്റ്. എൻ്റെ മക്കളെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് സെക്ഷനിലേക്ക് പോവാണ്. എൻ്റെ മക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. യെസ്, സെറ്റ് അല്ലേടാ മക്കളെ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നോക്കുക. 2 elements X, Y have 2 and 7 electrons in their outermost shell respectively. They belong to third period.
സിമ്പിൾസ് ആർ നോട്ട് റിയൽ. അതായത് എന്താണ് പറഞ്ഞത്? XY എന്നീ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ യഥാക്രമം 2A ഇലക്ട്രോണുകൾ ആണുള്ളത്. ഇവ മൂന്നാം പീരീഡിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മൂന്നാം പീരീഡ് പറയുമ്പോൾ ഏതൊക്കെ ഷെല്ലുണ്ടാവൂടാ? 3 ഷെല്ലുണ്ടാവും അല്ലേ? ഏതൊക്കെ ഷെല്ലുണ്ടാവുക പറഞ്ഞോളടാ. നമുക്ക് XY അങ്ങനെ എടുക്കാം. എക്സിന് KLM ഉണ്ടാവും, കാരണം ഇത് 2-3 പീരീഡാ, മൂന്നാമത്തെ പീരീഡാ. വൈയും KLM. ഇങ്ങോട്ട് പറഞ്ഞതാണ് അവസാനം എക്സിൻ്റെ ലാസ്റ്റ് എന്താ 2, വൈൻ്റെ ലാസ്റ്റ് എന്താ 7. യെസ്, കൊടുത്തു. ഇനി ബാക്കി കൊടുക്കുക നിങ്ങൾക്ക് സിമ്പിൾ അല്ലേടാ. ബാക്കി എങ്ങനെ കൊടുക്കുക? 2, 8, 2. അടുത്തതോ 2, 8, 7. സാധനം കിട്ടി. എന്നാ ഫൈൻഡ് ദ ഗ്രൂപ്പ്സ് ടു വിച്ച് XY ബിലോങ്സ്. എക്സും വൈയും ഗ്രൂപ്പ് കാണാനാ പറഞ്ഞത്. വളരെ സിമ്പിളാടാ, ഗ്രൂപ്പ് കാണാൻ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഗ്രൂപ്പ് ചെയ്താട്ടോ. എങ്ങനെയാടാ ഗ്രൂപ്പ് കാണാ? എക്സിൻ്റെ ഗ്രൂപ്പ് കാണാം, എക്സിൻ്റെ ഗ്രൂപ്പ് കാണാം. അതുപോലെ തന്നെ വൈൻ്റെ ഗ്രൂപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കല്ലേ. എക്സ്, അതായത് മലയാളം മീഡിയക്കാർ നോക്കുക, ഇത്ര പറഞ്ഞിട്ടുള്ളൂ. XY എന്നീ മൂലകങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾ കാണാനാ പറഞ്ഞത്. എങ്ങനെയാടാ കാണാം? ഇതാ ഇതിൻ്റെ ലാസ്റ്റ് എന്താ 2, അപ്പോൾ ഗ്രൂപ്പ് കിട്ടി 2. ഓക്കെ. ഇനി വൈൻ്റെ ഗ്രൂപ്പ് അങ്ങനെ കാണാം, ലാസ്റ്റ് A അല്ല സേർ അറിയും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവസാനം 1, 2 വരികയാണെങ്കിൽ, അവസാനം 1, 2 വരികയാണെങ്കിൽ അതാണ് ഗ്രൂപ്പ്. അവസാനം 3 മുതൽ 8 വരെ കണ്ടോ, നിങ്ങളേക്ക് എന്ത് ആഡ് ചെയ്യണം മക്കളെ? 10 ആഡ് ചെയ്യണം. ഇവിടെ എത്ര തന്നത്? A അല്ലേ? ആ Aയിലേക്ക് ഒരു 10 കൂട്ടിയോളി. A + 10 എത്ര? 17. അപ്പം എൻ്റെ മക്കൾ മനസ്സിലാക്കുക, എക്സിൻ്റെ ഗ്രൂപ്പ് എന്താ? എക്സ് ഉൾപ്പെട്ട ഗ്രൂപ്പ് ഏതാ? എക്സിൻ്റെ ഗ്രൂപ്പ് 2, വൈൻ്റെ ഗ്രൂപ്പ് 17. മറക്കൂലല്ലോ? എസ്, സിമ്പിളാടാ, സിമ്പിൾ. അസ്ലം സേറില്ല നിങ്ങളെ കൂടെ. എസ്. ഇനി അടുത്ത് സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ അറ്റോമിക് നമ്പർ ഓഫ് നോബിൾ ഗ്യാസ് ഇൻ ദ പീരിയഡ് ടു വിച്ച് XY ബിലോങ്സ്. അതായത് ഇത്രേ ഉള്ളൂ മക്കൾ, ഇതിങ്ങനെ കണ്ടിട്ട് വിഷമിക്കണ്ട. XY എന്നീ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ XY എന്നീ ഉൾപ്പെടുന്ന പീരീഡിലുള്ള ഉത്കൃഷ്ടവാതകത്തിന്റെ അറ്റോമിക നമ്പർ എത്ര? മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ വളരെ ടഫ് അല്ലേ സേറെ അറിയും. മക്കളെ നിങ്ങൾക്കറിയാം അഷ്ടക ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഒക്ടറ്റ്. ആരാടാ? ഒക്ടറ്റ്. ഒക്ടറ്റ് എന്ന് പറയുമ്പോൾ അഷ്ടക ലാസ്റ്റ് 8 വരുന്നതാണ്. ലാസ്റ്റ് 8 വരുന്ന പോലെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒക്ടറ്റ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? ഒക്ടറ്റ്. ഇവിടെ ഇപ്പം എത്ര പറഞ്ഞോളൂ? XY. എക്സിൻ്റെ എത്രടാ? 2, 8, 2 ആണ്. വൈൻ്റെത് 2, 8, 7 ആണ്. ഇങ്ങോട്ട് പറഞ്ഞത് ഇതേ ഗ്രൂപ്പിലുള്ള ഒരു നോബിൾ ഗ്യാസ് ആണ് എഴുതാൻ പറഞ്ഞത്. മക്കളെ നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ അവസാനം എന്ത് വരുന്നതാണ്? 8 വന്നവരാണ്. അപ്പോൾ നോബിൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ എന്താണ്? അലസവാതകം. അപ്പം ഇങ്ങോട്ട് ഇത്ര പറഞ്ഞിട്ടുള്ളൂ, ഇതേ ഗ്രൂപ്പിൽ പെടുന്ന ഒരു അലസവാതകം എഴുതാനാ പറഞ്ഞത്. അപ്പം നമുക്ക് അലസവാതകം എഴുതി കൂടെ. അതിൻ്റെ ഇലക്ട്രോവിന്യാസം ഇവിടെ എത്രയുള്ള? 2, ഇവിടെ എത്രയുള്ള? 7. എന്നാൽ അവിടെ 8 വാക്കാൻ വലിയ പണിയുണ്ടോ? അപ്പം അങ്ങോട്ട് നോബിൾ ഗ്യാസ് വെച്ച് എഴുതാൻ പറഞ്ഞ എഴുതി കൂടെ. എങ്ങനെ എഴുതുക? 2, പറഞ്ഞോളി, 2, 8, അടുത്ത 8. അതെന്താ ഞാൻ ഇവിടെ ലാസ്റ്റ് 8 കൊടുക്കാൻ കാരണം? നിങ്ങളോട് എന്ത് ചെയ്താനാ പറഞ്ഞത്? നോബിൾ ഗ്യാസ് അല്ലേ എഴുതാൻ പറഞ്ഞത്. അതും ഇതേ പീരീഡ്. ഇതിലെത്ര ഷെല്ലുണ്ട്? 3. ഇതിലെത്ര ഷെല്ലുണ്ട്? 3. ഇതിലെത്ര ഷെല്ലുണ്ട്? 3. അപ്പോൾ ഇതേ പീരീഡിലുള്ള ഒരു നോബിൾ ഗ്യാസ് ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞെങ്കിൽ ഇതാണ് അതിൻ്റെ ആൻസർ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ മക്കളെ 2, 2, 2, 8, 8 വേണ്ട, 2, 7. ഞാൻ ചോദിക്കട്ടെ, ഇതേ പീരീഡിലുള്ള ഒരു അലസവാതങ്ങളോട് എഴുതാൻ പറഞ്ഞ എഴുതി കൂടെ. എങ്ങനെ എഴുതുക? ഇവിടെ 2 അല്ലേടാ, ഇവിടെ എത്ര? 7 ആണ്. അപ്പം ആ 7 ഉള്ളിടത്ത് എന്താക്കിയാൽ മതി? 8 ആക്കിയാൽ മതി. എങ്ങനെയാടാ ആക്കുക? പറഞ്ഞോളി, 2, 8. അപ്പം 8 ആയതുകൊണ്ട് ഇതെന്താണ്? അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, അവസാനം 8 ഉള്ളോ അവരൊക്കെ നമ്മൾ എന്താ വിളിക്കുക? നോബിൾ ഗ്യാസ് എന്നാ വിളിക്കുക, അലസവാതകം. ഓക്കെ. അപ്പം ഇങ്ങോട്ട് ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. എന്താണ് ഇതിൽ? XY ഉള്ള, അതായത് XY എന്നീ മൂലങ്ങൾ ഉള്ള ഉൾപ്പെട്ട അറ്റോമിക് നമ്പർ ഉൾപ്പെട്ടവയുടെ ഉത്കൃഷ്ടവാതകത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? അപ്പം അറ്റോമിക് നമ്പർ എത്രയാടാ? ഇതൊന്ന് കൂട്ടിയേ. 2, 8, 8. 2, 8, 8 പറയുമ്പോൾ ഇത് 2, 8, 7 അല്ലേ? ഇത് 2, 8, 2 അല്ലേ? അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ്? നിങ്ങൾ കുടുങ്ങണ്ട. അറ്റോമിക് നമ്പർ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പേടിച്ചണ്ട. നിങ്ങൾക്ക് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഹീലിയം, നിയോണ്, ആർഗൺ. ഹീലിയം 2, നിയോൺ എത്രയാടാ? 2, 8. ആർഗൺ 2, 8, 8. മക്കളെ ഇതല്ലാതെ വേറെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരില്ല. ഇങ്ങോട്ട് പറഞ്ഞാൽ ഇതിൽ എത്ര പീരീഡ് ഉണ്ട്? എത്ര ഷെല്ലുണ്ട്? അതിൽ 3 ഷെല്ലല്ലേ? 3 ഷെല്ലുള്ള ആർഗണാണ്. അപ്പോൾ ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാടാ? 18. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ കിട്ടിയില്ലേ? 18 ആണ്. നിങ്ങളോട് ഇത്ര ചോദിച്ചിട്ടുള്ളൂ, അതിൻ്റെ അറ്റോമിക് നമ്പറാണ് ചോദിച്ചത്. എത്ര? 18. കേട്ടെ, നിയോണിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 10. ഹീലിയത്തിൻ്റെ എത്ര? 2. ഇങ്ങോട്ട് മൂന്നാമത്തെ പീരീഡ് എടുത്താണ് ചോദിച്ചത്. മൂന്നാമത്തെ പീരീഡ് ആകുമ്പോൾ നിങ്ങൾ അന്തം വിട്ടിക്കണ്ട. എത്രയാണ്?
282 ഉള്ളതിന് ഇനി അതിലൊരു നോബിൾ ഗ്യാസിൻ്റെ എഴുതാൻ പറയുമ്പോൾ അവിടെ എന്താക്കിയാൽ മതി 288 എന്നാക്കിയാൽ മതി. വേറെ ഒന്നും എൻ്റെ കുട്ടികൾ ആലോചിച്ചണ്ട. ഓക്കെ, അടുത്തെന്താടാ? വിച്ച് എലമെന്റ് അമംഗ് എക്സ് വൈ ആസ് സ്മോളർ ആറ്റം ഗീവ് റീസൺ. ഈ എക്സും വൈയും നോക്കുമ്പോൾ ഇതിൽ ആർക്കാണ് ആറ്റത്തിന്റെ സൈസ് കുറവ് എന്നാ ചോദിച്ചത്. അപ്പൊ എന്റെ മക്കൾ മനസ്സിലാക്കുക, ആറ്റത്തിന്റെ സൈസ് ഏറ്റവും കുറവ് ആർക്കാണ്? വൈക്കാണ്. ആർക്കാണ്? വൈക്ക്. അതെന്താ സാറേ അങ്ങനെ വൈക്കായത്? എന്തുകൊണ്ടാണ് വൈക്ക് വരാൻ കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങൾ അന്തം വിട്ട് നിൽക്കേണ്ട, വളരെ സിമ്പിളാണ്. എന്തുകൊണ്ട് വൈക്ക് വന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇത് എക്സ്, ഇത് വൈ. ഇവൻ്റെ 282 ആണ്, ഇവൻ്റെ 287 ആണ്. എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ഇവിടെ 287 ഉള്ള സ്ഥിതിക്ക് ഇവിടെ ലാസ്റ്റ് എന്താ വന്ന്? എ അല്ലേ? എൻ്റെ മക്കൾ ഇപ്പോഴേ പഠിച്ചു വെച്ചോ, ഇവിടെ എന്തിൻ്റെ എണ്ണം കൂടുതലാണ്? ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലാണ്. ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് എന്താവുന്നു? കുറയുന്നു. എൻ്റെ മക്കൾ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. ഇവിടെ ഷെല്ലൊക്കെ അവിടെ നിൽക്കട്ടെ, ഇവിടെ ഇങ്ങോട്ടിപ്പോൾ 282, 283, 284, 285 ഇങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് എന്താവുന്നുണ്ടടാ? കുറഞ്ഞു പോകുന്നുണ്ട്. അത് കുറഞ്ഞു പോകാൻ കാരണം അവിടെ എന്ത് കൂടിയിട്ടാണ്? ഇലക്ട്രോൺസ് കൂടിയിട്ടാണ്. അപ്പം എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ഇത്രേ ഉള്ളൂ. വൈ ഇവിടെ നോക്കുമ്പോൾ ആർക്കാണ് സൈസ് കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ വൈക്കാണ്. ബിക്കോസ് എന്താ കാരണം ചോദിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസുകൾ എന്താവുന്നു? കൂടുന്നു. ഇലക്ട്രോൺസ് കൂടുമ്പോൾ ആറ്റത്തിൻ്റെ എന്ത് കുറയുന്നു? അറ്റോമിക് സൈസ് എന്താവുന്നു? കുറയുന്നു. ക്ലിയർ അല്ലേടാ? നമുക്കളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതോടുകൂടി നമ്മളത് വൈൻഡപ്പ് ചെയ്യാൻ പോവാടാ. ലാസ്റ്റ് ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതും എഴുതാടാ. ഓക്കെ, ഓപ്ഷൻസ് വരേണ്ടടാ. എന്താണ്? ആൻ എലമെന്റ് എ ബിലോങ്സ് ടു സെക്കൻഡ് പീരീഡ്. എ എത്രാമത്തെ പീരീഡ് എന്നാ പറഞ്ഞത്? സെക്കൻഡ്. അപ്പം തന്നെ ആലോചിക്കുക, അതിൽ എത്ര ഷെല്ലുണ്ട്? KL ഷെല്ല്, 2 ഷെല്ലുണ്ട് അല്ലേ? അക്സെപ്റ്റ് 2 ഇലക്ട്രോൺസ് അറ്റൈൻ സ്റ്റെബിലിറ്റി. അതായത് രണ്ടാം പീരീഡിലുള്ള എ എന്ന മൂലകം സ്ഥിരത നേടാൻ ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നു. എത്ര ഇലക്ട്രോണുകളെ സ്വീകരിക്കണം? 2 ഇലക്ട്രോൺ. മക്കളെ 2 ഇലക്ട്രോണെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അവസാനം 8 ആണെന്നുണ്ടെങ്കിൽ ഓന് 2 കൂടി കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ എന്താ വരിക? 6 ആണോ അതോ 7 ആണോ? നിങ്ങൾക്കറിയാം അവസാനം എന്താണ്? ഇപ്പോൾ 5 വന്ന ഓൻ എത്രണ്ണം വേണം? 3 വേണം. 6 വന്ന 2 വേണം. 7 വേണം, 8 വേണം. അപ്പോൾ ഇവിടെ എന്താണ്? 6. KL എത്രണ്ണക്കുള്ള? 2. ഇപ്പം തന്നെ ആൻസറായി. ഇനി ക്വസ്റ്റ്യൻസ് നോക്കിക്കോളിട്ടോ, നമുക്ക് ആൻസർ കിട്ടി. അനദർ എലമെന്റ് ബി എന്താടാ? ബി എത്രയിലാണ്? 3rd പീരീഡ് ആണ്. അപ്പം ആലോചിക്കുന്ന മക്കളെ K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല് അല്ലേ? ഇതിൽ അക്സെപ്റ്റ് 2 ഇലക്ട്രോൺസ് അറ്റൈൻ സ്റ്റെബിലിറ്റി. ഓന് 2 ഇലക്ട്രോൺസ് വേണം എന്താവാൻ? സ്റ്റെബിലിറ്റി കിട്ടാൻ. അവന് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവൻ്റെ ലാസ്റ്റ് എന്താണ്? 6. അപ്പോൾ ഇവിടെ ബാക്കി കിട്ടൂലേ? ഇവിടെ എന്താ? 2, 8, 6 കിട്ടിയില്ലടാ. നമുക്ക് ആൻസർ ഇവിടെ തന്നെ കിട്ടി. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എ ബി. നമ്മൾ എഴുതി. എൻ്റെയും ബിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി. ഫൈൻഡ് ദ ഗ്രൂപ്പ് ടു വിച്ച് ദേ ബിലോങ്സ്. ഇവരെ ഗ്രൂപ്പ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളെ ഇതിൻ്റെ ലാസ്റ്റ് എന്താ കാണുന്നത്? ഇതിൻ്റെ 2ൻ്റെ ലാസ്റ്റ് എന്താ കാണുന്നത്? ഇതിൻ്റെ ലാസ്റ്റും 6 ആണ്, ഇതിൻ്റെ ലാസ്റ്റും 6 ആണ്. ഗ്രൂപ്പ് കാണാൻ അവസാനത്തെ നമ്പറിലേക്ക് 10 കൂട്ടിയാൽ മതി. അപ്പോൾ 6 + 10 എത്രയടാ? 16. ഗ്രൂപ്പ് കിട്ടി. അപ്പോൾ ചോദിച്ചെത്രേ ഉള്ളൂ, ഇവ ഉൾപ്പെട്ട ഗ്രൂപ്പ് ഏത്? 16. കിട്ടി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എ ബി ഹാസ് ബിഗ്ഗർ ആറ്റംസ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതിൽ ആർക്കാടാ ആറ്റത്തിന് സൈസ് കൂടുതൽ? എക്കാണോ ബിക്കാണോ? മക്കളെ നിങ്ങൾ പറഞ്ഞതിൽ ആർക്കായിരിക്കും ഏറ്റവും സൈസ് കൂടുതൽ? എക്കാണോ ബിക്കാണോ? ആൻസർ ഈസ് എന്താടാ? ബി ആണ് അല്ലേ? ഇത്ര ചോദിച്ചിട്ടുള്ളൂ. ഇവയുടെ ആറ്റങ്ങളുടെ വലുപ്പം കൂടുതൽ ഏതിനാണ്? നിങ്ങളുടെ ഉത്തരം മതിയായ വിശദീകരണം നൽകുക. ബിക്കാണ് കൂടുതൽ. എന്തുകൊണ്ട്? എക്ക് എത്ര ഷെല്ലുള്ളൂടാ? 2, 6 എന്നാണ്. ബീൻ്റെലോ 2, 8, 6. അപ്പം എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ഇതിൽ എന്തിൻ്റെ എണ്ണം കൂടുതലാണ്? ഷെല്ലിൻ്റെ എണ്ണം കൂടുതലാണ്. എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ഷെല്ല് കൂടുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കൂടും, അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ വലുപ്പം കൂടും. സെറ്റല്ലേടാ? സെറ്റല്ലേ? യെസ്. അപ്പോൾ ആറ്റത്തിൻ്റെ നിങ്ങളെൻ്റെ മക്കൾ ഇപ്പം തന്നെ പഠിച്ചോളി, ഇപ്പം പഠിച്ചോളി, ഇനി മറക്കണ്ട. ഇത്രേ ഉള്ളൂ. ഷെല്ല് കൂടുമ്പോൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തിൽ 2 ഷെല്ലുള്ളൂ. 2, 6. മറ്റേൻ്റെലോ 2, 8, 6. ഇതിൽ ആർക്കാണ് ഏറ്റവും സൈസ്? പീരീഡൊക്കെ കിട്ടിയില്ലേ? ഗ്രൂപ്പും പീരീഡൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കിടക്കട്ടെ. ഇതിൽ ആർക്കാ സൈസ് കൂടുതൽ ചോദിച്ചാൽ ഇവനാണ്.
ബിക്ക്. കാരണം ഇവൻ്റെ എന്ത് കൂടുതലാണ്? ഷെല്ല് കൂടുതലാണ്. ഷെല്ല് കൂടുമ്പോൾ അറ്റോമിക് സൈസ് എന്താവും? കൂടും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയാണടാ നമ്മുടെ സെക്ഷൻസ്. സെറ്റല്ലേ? അപ്പോൾ അസ്ലം സാർ നിങ്ങൾക്ക് സെറ്റാക്കി തന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായി പഠിക്കുക. ഇനി ലൈവുമായിട്ട് നമുക്ക് കാണാടാ. അസ്ലം സാർ ഇവിടെ അല്ലേ നിങ്ങളെ കൂടെ? നമുക്ക് സെറ്റ് ആക്കാണ്ട് നമുക്ക് പവർ ആക്കണം. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഓണം ഇതെ സംബന്ധിച്ച് ഞങ്ങളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടടാ, അതിൽ ജോയിൻ ചെയ്യ്. എന്നിട്ട് നമുക്ക് സെറ്റ് ആക്കണ്ടേ, പൊളിക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യുക? മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അവരും പഠിക്കട്ടെടാ, എല്ലാവരും പഠിക്കട്ടെ, നിങ്ങളും പഠിക്കട്ടെ. നിങ്ങൾക്കും വാങ്ങണം ഫുൾ A+, എല്ലാ കുട്ടികൾക്കും വാങ്ങണം. അതിനൊക്കെ കൂടെ എജുപോർട്ട് ഉണ്ട്. നിങ്ങൾ സെറ്റ് ആക്കുക. അസ്ലം സാർ ഉണ്ട് നിങ്ങളെ കൂടെ കേട്ടോ. അപ്പോൾ സെറ്റാക്കുക. പൊളിക്കുക. സി യു നെക്സ്റ്റ് ക്ലാസ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. മറക്കണ്ട, നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ വിജയം കൈവരിക്കുക. നിങ്ങളുടെ കൂടെ അസ്ലം സാർ പ്രാർത്ഥനയോടെ കൂടെ ഉണ്ട്. ചാനൽ എന്ത് ചെയ്യുക? ലൈക്ക് അടിച്ചു പോവുക, സബ്സ്ക്രൈബ് ചെയ്യുക, പൊളിക്കുക. താങ്ക് യു ഗൈസ്. ബൈ.